നന്ദി പറഞ്ഞു. താങ്ക് യു ചേട്ടാ. നിത്യ പറഞ്ഞതുപോലെ കഴിഞ്ഞ മൂന്നാമത്തെ ആഴ്ചയിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം നമ്മൾ കെരിസോ കോഴ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ കേട്ടത് ക്രിസ്തു അനുഭവത്തിലുള്ള നിരന്തര വളർച്ച എന്നതിനെ കുറിച്ചാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ അല്ലെങ്കിൽ അപ്പസ്തോല പ്രേക്ഷിത ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഗുണങ്ങളിൽ ഒന്നാമത്തെ ഒരു ഗുണമായിരുന്നു ക്രിസ്തു അനുഭവത്തിലുള്ള നിരന്തര വളർച്ച. ഞാനിത് പറയുമ്പോ ഈ ഒരു ആഴ്ചയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ഓർത്തൊരു കാര്യം ഞാൻ രാവിലെ ഓർക്കായിരുന്നു. എൻ്റെ ആത്മീയ ഗുരു MCV സഭാംഗമായ ജോർജ് കരിന്തുള്ള അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചു. ഇന്നലെ അച്ഛൻ്റെ 7ന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നലെ ഞങ്ങളൊക്കെ അവിടെ ആയിരുന്നു. അച്ഛനെ മിക്കവാറും രാത്രി കാലങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു 11 മണി തുടങ്ങി 1 മണി വരെയുള്ള സമയങ്ങളിൽ അച്ഛൻ ആ കൊച്ചു ചാപ്പലിൽ, അച്ഛനായിരിക്കുന്ന ആ ആശ്രമത്തിൽ കൊച്ചു ചാപ്പലിൽ ആൾത്താരയിൽ ചാരി ഇരുന്നിട്ട് സക്രാരി തുറന്ന് വെച്ച് കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അച്ഛന്റെ ഓരോ ധ്യാനങ്ങളിലും 3.5 മണിക്കൂർ ഉണ്ടാകും ഓരോ കുർബാനയും. ആ 3.5 മണിക്കൂറത്തെ കുർബാന എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് അനുഭവമാകുന്നത്. കാരണം അച്ഛൻ അത്രയേറെ അനുഭവം ഉണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള. അത് മറ്റുള്ളവരോട് പങ്കുവെച്ച് ഓരോ പ്രാർത്ഥനയെ കുറിച്ചും ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കുർബാനയർ. അതോടൊപ്പം ഓരോ ദിവസവും രാവിലെ മുതൽ 5:30 മുതൽ വൈകിട്ട് 10 മണി വരെയുള്ള സമയങ്ങളിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും കണ്ടുകൊണ്ട് അവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരിൽ നിന്നും ആ ക്രിസ്തു അനുഭവം സ്വീകരിക്കുന്ന ഒരു വൈദികൻ. അങ്ങനെ ജീവിച്ചൊരു വൈദികനായിരുന്നു എൻ്റെ ആത്മീയ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചു. അപ്പോൾ അവർക്ക് വെച്ചൊരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട ആ ഒരു അല്ലെങ്കിൽ അപ്പസ്തോലിക പ്രേക്ഷിത ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട ക്രിസ്തു അനുഭവത്തെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ കേട്ടത്. അതിനെക്കുറിച്ച് ഈ ഒരാഴ്ച മുഴുവൻ നാം ധ്യാനിച്ചു. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ നാം ചിന്തിക്കുന്നത് യാഥാർത്ഥ്യ ബോധമുള്ള ക്രിസ്തു ശിഷ്യനെ കുറിച്ചാണ്. നമ്മൾ ഇവിടെ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് കാണാം, ലെറ്ററിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പിക്ചറുകൾ നമ്മുടെ കണ്ണിൽ കൂടുതലായിട്ട് പതിക്കും. പിക്ചറിൽ നമുക്ക് കാണാം ഒരു ബൈബിളും ഒരു കയ്യിൽ ബൈബിളും ഒരു കയ്യിൽ ന്യൂസ് പേപ്പറും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു സുവിശേഷ പ്രഘോഷകനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടങ്ങളിലാണ് നമുക്ക് സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് കടന്നു വരികയും അതിലൂടെയൊക്കെ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടിയത്. എന്നാൽ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ബൈബിൾ മാത്രമേ ഉപയോഗിക്കാം. പക്ഷെ നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഒരു കയ്യിൽ ബൈബിളും ഒരു കയ്യിൽ പത്രവും ഉണ്ടായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഒരു സുവിശേഷ പ്രഘോഷണ കരങ്ങളിൽ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസത്തെയും ലോകത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ചുറ്റുപാടിനെ കുറിച്ചുള്ള ഒരു അവബോധമുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഒരു യഥാർത്ഥ സുവിശേഷ പ്രഘോഷകൻ. വെറുതെ ബൈബിൾ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ എന്നാണ് സഭ നമ്മളോട് പറയുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് യാഥാർത്ഥ്യ ബോധത്തെ കുറിച്ച് പറയുന്നത്. ദൈവത്തെക്കുറിച്ചും എന്നെ തന്നെ അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ചും സുവിശേഷ പ്രഘോഷകനായ വ്യക്തിയെക്കുറിച്ചും ശ്രോതാവിനെ കുറിച്ചും കേൾക്കാൻ പോകുന്ന, ഞാൻ പ്രഘോഷിക്കാൻ പോകുന്ന ഇടങ്ങളിലെ അല്ലെങ്കിൽ ഞാൻ ആരോടാണ് പ്രഘോഷിക്കുന്നത് അത് കേൾക്കുന്ന വ്യക്തികൾക്കും ആ വ്യക്തികളെ കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും തിന്മയെക്കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ട സഭയെക്കുറിച്ചും അവയെല്ലാം കുറിച്ചുള്ള ശരിയായ അവബോധം അല്ലെങ്കിൽ അറിവ് ഉള്ള വ്യക്തിയാണ് യഥാർത്ഥ ബോധമുള്ള അപ്പസ്തോലിക പ്രേക്ഷിത ശിഷ്യൻ എന്ന് പറയാനാവുക എന്ന് സഭ നമ്മോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 10-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നല്ല ഇടയനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഇവിടെ ഈശോ പറയുന്നത് ഞാൻ നല്ല ഇടയനാണെന്നാണ്. ഒത്തിരി അവസരങ്ങളിൽ ഈശോ പറയുന്നുണ്ട് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ നിത്യജീവന്റെ അപ്പമാണ്, ഞാൻ നിത്യജീവനാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈശോ ഞാൻ ഉറപ്പോടെ ആ ബോധ്യത്തിൽ, നല്ല ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈശോ പറയാണ് ഞാൻ ഇതാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. അതാണ് ഈശോ പറയുന്നത് പിതാവ് എന്നെയും, സ്വർഗസ്ഥനായ പിതാവ് എന്നെയും ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. അപ്പൊ എല്ലാത്തിനെ കുറിച്ച് നല്ലൊരു അറിവ് ഈശോയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യ ബോധത്തെ കുറിച്ചാണ് ഈശോ അവിടെ പറയുന്നത്. പിന്നെ ഈശോയുടെ എല്ലാ ഉപയോഗങ്ങളിലേക്ക് നോക്കിയാൽ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഈശോ പറഞ്ഞു വയ്ക്കുകയാണ് ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. എന്നെ അറിയുന്ന, എനിക്കറിയാവുന്ന എൻ്റെ ആടുകൾക്ക് വേണ്ടിയിട്ട് ജീവൻ അർപ്പിക്കുന്നു. ഞാൻ അവയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. പൗലോസ് ലീഗ
നമ്മളോട് പറയാം, റോമാക്കാർക്ക് എഴുതിയ 16-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തില് ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയാണ്, എന്റെ സുവിശേഷം അനുസരിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം അനുസരിച്ചും രഹസ്യത്തിന്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവമെന്ന്. ആ ദൈവത്തെ കുറിച്ചുള്ള തന്റെ അവബോധത്തെ കുറിച്ച് പൗലോസ് പറയുകയാണ്, എന്റെ സുവിശേഷം അനുസരിച്ച്, ഞാൻ നിങ്ങളോട് പറയുന്ന സുവിശേഷം അനുസരിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം അനുസരിച്ചും, യേശുക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പറയുന്ന അല്ലെങ്കിൽ പ്രഘോഷിക്കുന്ന അനുസരിച്ചും രഹസ്യത്തിന്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ, ശക്തനാക്കാൻ കഴിയുന്നവനാണ് ദൈവമെന്ന്. വെച്ചാൽ നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ കഴിയുന്നവനാണ് ദൈവം എന്നുള്ള ബോധ്യം, തന്റെ ദൈവത്തെ കുറിച്ചുള്ള ബോധ്യം പൗലോസ് പങ്കുവയ്ക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും നമ്മളവിടെ കാണുന്നുണ്ട്, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിന്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലതുഭാഗത്ത് അവൻ ഉപേക്ഷിക്കണം. യേശുവിനെ കുറിച്ചുള്ള അവബോധമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരെ വഴിയാണ് ദൈവം അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പകർന്നു നൽകിയതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട മെസ്സേജുകൾ നൽകിയതെങ്കിൽ, പിൽക്കാലങ്ങളിൽ അല്ലെങ്കിൽ അവസാന നാളുകളിൽ തന്റെ പുത്രനിലൂടെ തന്നെ, ആ പുത്രന്റെ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യന് വേണ്ടതെല്ലാം, മനുഷ്യന്റെ രക്ഷ സാധ്യമാക്കി എന്നിട്ട് മാത്രമല്ല പിതാവിന്റെ വലതുഭാഗത്ത് ഉപേക്ഷിതനായി എന്നും കൂടി വചനം നമ്മൾ ഓർപ്പിക്കുന്നു. വീണ്ടും നമ്മളോട് പറയുകയാണ്, ഏതെങ്കിലും ഒരു ദൈവത്തെ കുറിച്ച് പറഞ്ഞാൽ പോരാ. ആരെ കുറിച്ചാണ് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തിൽ ഈശോ അവിടെ പറയുന്നുണ്ട്, യേശു അവളോട് പറഞ്ഞു, സമറിയക്കാരി സ്ത്രീയോട് പറയുന്ന കാര്യം ഇതാണ്, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. നിത്യജീവൻ നിനക്ക് നൽകാൻ കഴിയുന്ന, അല്ലെങ്കിൽ നിനക്ക് നിത്യരക്ഷ നേടിത്തന്നു കഴിഞ്ഞ ആ ക്രിസ്തുവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ചാണ് പ്രഘോഷിക്കേണ്ടത്. ആ ദൈവത്തെ കുറിച്ചാണ് മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ടത് എന്നുള്ളത് പറയുകയാണ്. അപ്പോഴാണ് ഈ ഒരു യാഥാർത്ഥ്യ ബോധമുള്ള ക്രിസ്തു ശിഷ്യനായിട്ട് മാറാനായിട്ട് ഒരു സുവിശേഷ പ്രഘോഷകന് സാധിക്കുകയുള്ളൂ എന്ന് ഈശോ നമ്മളെ ഓർപ്പിക്കുന്നു. പിന്നെ പൗലോസ് തന്നെ കുറിച്ച് തന്നെയുള്ള അവബോധത്തെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പൗലോസ് പറയുകയാണ്, ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. കാരണം ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ തന്നിൽ ക്രിസ്തു ജീവിക്കുന്നു, താൻ മറ്റൊരു ക്രിസ്തുവായി മാറി എന്നുള്ള നല്ലൊരു അവബോധം, യാഥാർത്ഥ്യ ബോധം പൗലോസിലേക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 10 വർഷത്തോളമായി, 10 വർഷത്തിന് മുകളിലായി ഞാൻ ഹോളി ഹോം മിനിസ്ട്രിയോട് ചേർന്ന് ഷിജാനോടും ഷിബിജാനോടും ജോൺസ് എല്ലാവരോടും ചേർന്ന് ഇങ്ങനെ ശുശ്രൂഷ മേഖലയിൽ ജീവിച്ചു പോകുന്നു. 10 വർഷത്തിന് മുമ്പ് ഒരു മലയാറ്റൂർ യാത്ര, ഹോളി ഹോം മിനിസ്ട്രി, അന്ന് കുടുംബങ്ങൾ ഒരുമിച്ച് 10-40ഓളം പേരുണ്ടായിരുന്നു. അന്ന് ഈ ഹോളി ഹോം മിനിസ്ട്രിയെ കുറിച്ച് അറിയുന്നില്ല. ഷിബിച്ചാനൊക്കെ നേരത്തെ അറിയാം, പക്ഷെ ഹോളി ഹോം മിനിസ്ട്രിയെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആ മലയാറ്റൂർ യാത്രയിൽ എന്നെ ഒന്ന് സഹായിക്കാൻ, അവരെ സഹായിക്കാൻ വേണ്ടി, എന്റെ വീടിനടുത്തായതുകൊണ്ട് സഹായിക്കാൻ വേണ്ടി വിളിച്ചത്. അവരോടുകൂടിയുള്ള യാത്ര, അവിടെയുള്ള 3 ദിവസത്തെ മലയാറ്റൂർ മലയുടെ മുകളിലുള്ള 3 ദിവസത്തെ താമസം, അവിടെ ആ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നവർ, അത് ഹോളി ഹോം മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നവർ പരസ്പരമുള്ള അവരുടെ ഷെയറിങ്, അവർ തമ്മിലുള്ള കൂട്ടായ്മ, അവർ തമ്മിലുള്ള സ്നേഹം, അവരുടെ ജീവിതത്തിന്റെ ശൈലി, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനോട് കൂടെ ചേരണമെന്ന് ആഗ്രഹം വന്നു. അവരുടെ കൂടെ പിന്നീട് ചേർന്നു. പിന്നീട് ആ കൂട്ടായ്മയിൽ ഓരോരുത്തരുടെയും യാഥാർത്ഥ്യ ബോധത്തിലുള്ള, ഓരോരുത്തരെയും മനസ്സിലാക്കി, അവരുടെ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്ത്, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാവിധ സപ്പോർട്ടുകളും കൊടുത്തുകൊണ്ട് അവരെ ഓരോരുത്തരെയും ക്രിസ്തു ശിഷ്യനാക്കി മാറ്റുവാൻ വേണ്ടി, ക്രിസ്തുവിന്റെ സ്നേഹ അനുഭവവേദ്യമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, രക്ഷയുടെ അനുഭവത്തിലൂടെ അവരെ കൈപിടിച്ച് നടത്തുവാൻ വേണ്ടിയിട്ട് ഹോളി ഹോം മിനിസ്ട്രിയിലെ ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങൾ പരിശ്രമിക്കുന്നുണ്ടപ്പോൾ അവരുടെ കൂടെ നടക്കാനുള്ള വലിയ ആഗ്രഹം ദൈവം എനിക്ക് നൽകി. ഇന്നോളം അതിനോട് കൂടെ നടക്കാനുള്ള കൃപയും കർത്താവ് എനിക്ക് നൽകി. അപ്പോൾ ആ ഒരു ക്രിസ്തു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ഒരു ഗുണമാണ് യാഥാർത്ഥ്യ ബോധം. തിരിച്ചറിഞ്ഞുകൊണ്ട്, പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട്, ലോകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടും ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു യാത്ര എന്ന് പറയുന്നത്. ഫിലിപ്പിയർക്ക് ലേഖനം 3:6
പൗലോസ്ലീഹ വീണ്ടും അത് തന്നെ നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. വീണ്ടും പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. ഞാൻ എങ്ങനെയാണോ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് അതുപോലെ നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരായി തീരുവാൻ. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുമ്പോൾ ഞാൻ മറ്റൊരു ക്രിസ്തുവായി എന്നുള്ള യാഥാർത്ഥ്യബോധം പൗലോസ്ലീഹയ്ക്കുണ്ട്. അതുപോലെ അനുകരിക്കുന്നവരായി തീർന്ന യാഥാർത്ഥ്യബോധമുള്ള ക്രിസ്തു ശിഷ്യനായിട്ട് മാറാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു അപ്പസ്തോലിക പ്രേക്ഷിത ശിഷ്യനായിട്ട് മാറാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കുമെന്നുള്ള ആ ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ്ലീഹ അത് നമ്മളോട് പറയുന്ന കാര്യം. ഇങ്ങനെ ഈ ഒരു വചനം വായിച്ചപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം, ജാൻസി ചേച്ചിയെ കുറിച്ചാണ്. നമ്മുടെ പൊളിയോ മിനിസ്ട്രിയിൽ ഉള്ളതാണ് ജാൻസി ചേച്ചി. ജാൻസി ചേച്ചി കൊച്ചി സ്വദേശിയാണ്, തോപ്പുംപടിക്കാരിയാണ്. 2016 മുതൽ എനിക്ക് ജാൻസി ചേച്ചിയെ നന്നായിട്ട് അറിയാം. ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അമ്മയാണ്, സഹോദരിയാണ്, എല്ലാം എന്ന് പറയുന്ന പോലെ ഒരു ക്രിസ്തുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകളാണ്. ജാൻസി ചേച്ചിയെ കാണുന്ന കാലത്ത് മുതൽ ചേച്ചിക്ക് കഴിഞ്ഞ 19 വർഷമായിട്ട് ചേച്ചിക്ക് ക്യാൻസർ ഉണ്ട്. 2 പ്രാവശ്യം ക്യാൻസറിന്റെ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോഴും ഒരു പാതി ക്യാൻസർ തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പിൽ അവിടെ ഇരിക്കുന്നുണ്ട്. 2 കണ്ണും കാഴ്ച വളരെ കുറവാണ്. സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ നമ്മൾ കൈ പിടിക്കണം. കിഡ്നി 2 ഫെയിലർ ആണ്. ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തതാണ്. ഷുഗർ കൂടിയിട്ട് വിരൽ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. മറ്റനേകം രോഗങ്ങളുണ്ട്. ശരീരത്തിൽ ഏത് രോഗം ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇല്ലാത്ത രോഗങ്ങളുടെ എണ്ണം പറയാനാണ് എളുപ്പം ഈ ലോകത്തുള്ള രോഗങ്ങൾ. അത്രയേറെ രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജാൻസി ചേച്ചി ക്രിസ്തുവിന് വേണ്ടിയിട്ട് ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനേകരുടെ ജീവിതത്തിലേക്ക് കടന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുന്നത് കാണാൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേച്ചി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, 25-ാമത്തെ ഒരു വീട്, ഇപ്പൊ അവരൊരു കൂട്ടായ്മയുണ്ട്, വേറൊരു കൂട്ടായ്മയുണ്ട്, സ്ത്രീ ജനങ്ങളൊക്കെ കൂടി, ചേച്ചിയുടെ കുറെ കൂട്ടുകാരികളോ ചേർന്നുള്ള ഒരു കൂട്ടായ്മയുണ്ട്. അവരെല്ലാവരും ചേർന്ന് 25-ാമത്തെ വീട് വച്ച് കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം, അതിന്റെ വെഞ്ചിരിപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. അതുപോലെ തന്നെ അനേകം യുവതി യുവാക്കൾക്ക് ജീവിത പങ്കാളികൾ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അവരുടെ വിവാഹം നടത്താൻ അതിനു വേണ്ടിയിട്ട് എല്ലാ ചെലവുകളും നടത്തിക്കൊണ്ട്, അനേക കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ട്, അനേകർക്ക് ജീവിതത്തിന്റെ വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് ഒക്കെ ജീവിതത്തിൽ ജീവിക്കുന്ന ചേച്ചി. അതോടൊപ്പം ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഒറീസയിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ 8 പേര് കൂടി സുവിശേഷം പറയാനായിട്ട് മിഷന് പോയ സമയത്ത് 2019 ഇലക്ഷന്റെ സമയമായിരുന്നു, ലോക്സഭ ഇലക്ഷന്റെ സമയമായിരുന്നു. വോട്ട് ചെയ്യാനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വൈകിയ സമയത്തായതുകൊണ്ട് ഞങ്ങൾ ഫ്ലൈറ്റിന് യാത്ര ചെയ്ത് അവിടേക്ക് പോയി. ഞങ്ങളുടെ 15 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്ന സമയത്ത് ട്രെയിനിൽ വലിയ തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് കിട്ടിയ കമ്പാർട്ട്മെന്റിൽ കയറാൻ സാധിച്ചില്ല. കാരണം നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളെല്ലാം ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. വളരെ വലിയ തിരക്ക്. അപ്പൊ അകത്ത് കയറാൻ പറ്റാത്ത പോലെ തിരക്ക്. ഒരു പ്രകാരം ഞങ്ങൾ അകത്ത് കയറി. ചേച്ചിമാര് 3 പേരുണ്ടായിരുന്നു. അവരൊരു കമ്പാർട്ട്മെന്റിലാക്കി. ജോൺസൺ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബാക്കി കുറച്ച് 4 പേര് അവിടുത്തെ കമ്പാർട്ട്മെന്റിലായിരുന്നു. 2 സ്ഥലത്തെ കുറച്ച് സ്ഥലം കിട്ടിയത്, ഒരു സീറ്റേ ഉള്ളൂ ഓരോരുത്തർക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള യാത്രയിൽ 2 ദിവസം വെള്ളം കുടിക്കുവാനോ ബാത്റൂമിൽ പോകാനോ ഒന്നും സാധിക്കില്ല. കാരണം ബാത്റൂമിലൊക്കെ നിറച്ച ആളിരിക്കുകയാണ്. ചേച്ചി അതിനിടയ്ക്ക് ലൂസ് മോഷൻ പിടിച്ചു. ബാത്റൂമിൽ പറ്റാത്ത സാഹചര്യം ഒക്കെ, അങ്ങനെയുള്ള ദുരിതം പിടിച്ചൊരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ യാത്ര ചെയ്ത് തൃശ്ശൂരിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും പറ്റിയത്. അത്രയേറെ 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് എറണാകുളത്തേക്കുള്ള ബസ് യാത്രയിൽ ചേച്ചി ചോദിച്ച ഒരു കാര്യം, ഇനിയും നമ്മളെ കാത്തിരിക്കുന്ന അനേകർ ഉണ്ട് പലയിടങ്ങളിലായിട്ട്. അവരുടെ അടുത്തേക്ക് എന്നാണ് ഇനി നമുക്ക് പോകാനാവുക, ക്രിസ്തു എന്നാണ് നമുക്ക് ഇനി അകലങ്ങളിലൊക്കെ പോയി പ്രഘോഷിക്കാനാവുക എന്നുള്ളൊരു ചോദ്യമായിരുന്നു. എന്നെയും വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ചേച്ചി. ഒരു യാഥാർത്ഥ്യ ബോധം, തന്റെ ചുറ്റുപാടും ജീവിക്കുന്ന ദൈവമക്കളെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ്, അവരുടെ ജീവിതത്തിൽ സാത്താൻ നടത്തുന്ന പ്രതികൂലമായ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള എല്ലാ തിരിച്ചറിവും ചേച്ചിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ചേച്ചി പറയുകയാണ്, സുവിശേഷം പ്രഘോഷിക്കാൻ എന്നെയും വിളിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ചേച്ചി അത് പറയുന്നത്. സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് താൻ എന്നുള്ള യാഥാർത്ഥ്യ ബോധം ചേച്ചി അത് വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ്. പൗലോസ്ലീഹ താൻ പ്രഘോഷിക്കുന്ന വചനം കേൾക്കുന്നവരെ കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യ, ശ്രോതാവിനെ കുറിച്ചൊരു യാഥാർത്ഥ്യ ബോധത്തെ കുറിച്ച് നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 17-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നു, അരയോപാഗസിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ചു. ആഥൻസിലെ പ്രസംഗത്തിൽ പൗലോസ്ലീഹ പറയുന്നതാണ്, ആഥൻസ് നിവാസികളെ, എല്ലാ വിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇതിലെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ ആരാധന വസ്തുക്കളെ നിരീക്ഷിച്ചു. അജ്ഞാത ദേവന് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. താൻ പ്രഘോഷിക്കാനായിട്ട് ആഥൻസിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ നഗരത്തിലൂടെയൊക്കെ പൗലോസ്ലീഹ ഒന്ന് ചുറ്റിയടിച്ച് കണ്ടു. നല്ലൊരു നിരീക്ഷണം നടത്തി. എന്നിട്ട് പൗലോസ്ലീഹ പറയാണ് അവരോട് പ്രഘോഷിക്കാനുള്ള ഒരു വഴി പൗലോസ്ലീഹ കണ്ടെത്തി. ആ ഒരു ബോധ്യം പൗലോസ്ലീഹയാണ് അവരോട് പ്രഘോഷിക്കണമെങ്കിൽ. എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നത് കാര്യം ഇതാണ്, അവർക്ക് നല്ല മതനിഷ്ഠയുണ്ട്. അവരോട് അത് പറയുന്നുണ്ട്.
അപ്പൊ അങ്ങനെ മതനിഷ്ഠയിലൂടെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തികളോട് എങ്ങനെ സുവിശേഷം പ്രഘോഷിക്കണം, അതിനുള്ള തിരിച്ചറിവ്, ബോധ്യം നോക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കൃത്യമായിട്ട് അത് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഒരു അജ്ഞാത ദേവനെ ആരാധിക്കുന്നില്ലേ, ആ അജ്ഞാത ദേവനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തുവിനെ കുറിച്ച് അവരോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ താൻ പ്രഘോഷിക്കുന്ന ഇടത്തെ ജനത്തെ കുറിച്ചുള്ള, ശ്രോതാക്കളെ കുറിച്ചുള്ള നല്ലൊരു അവബോധം പൗലോസിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പൗലോസ്ലീഹയുടെ ഓരോ പ്രസംഗത്തിലും നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ എടുത്തു നോക്കിയാൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, അണക്കര ധ്യാന കേന്ദ്രത്തില് എന്റെ മൂന്നാമത്തെ മകൾ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ, അവള് ജനുവരി 2-ാം തീയതി ജനിച്ച ആ വർഷം ജനുവരി 26-ാം തീയതി ഞാൻ അണക്കര ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയി. അപ്പൊ ധ്യാനത്തില് നമുക്കറിയാം, അവളവനാൽ അച്ഛന്റെ ധ്യാനമായിരുന്നു. അവിടെ നിന്ന് നല്ല അനുഭവങ്ങളിലൂടെയാണ് ആ ധ്യാനത്തിലൂടെ കടന്നു പോയത്. നല്ല അനുഭവം കിട്ടി. അവിടെ നിന്ന് അനേകരോട് സുവിശേഷം, കാണുന്നവരോടൊക്കെ സുവിശേഷം പറയണമെന്ന് പറഞ്ഞാണ് വിട്ടത്. അപ്പൊ തിരികെയുള്ള യാത്രയിൽ ബസ് യാത്രയാണ്. വീട്ടിലേക്ക് 135 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പൊ ഞാൻ ബസ്സിലിരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് വന്നിരുന്ന ചേട്ടനോട് സുവിശേഷം പറയണമെന്നുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. എങ്ങനെ പറയുമെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് മനസ്സിലൊരു ചിന്ത നൽകി, നിന്റെ കയ്യിലുള്ള മൊബൈലില് ബൈബിൾ ഉണ്ടല്ലോ, ആ ബൈബിൾ ഓപ്പൺ ചെയ്ത് വായിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് ഞാൻ ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങി മൊബൈലിൽ. അപ്പൊ കുറച്ചു നേരം ഞാൻ അങ്ങനെ ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തിരുന്ന ചേട്ടൻ അത് ശ്രദ്ധിച്ചിട്ട് ആ ചേട്ടൻ എന്നോട് ചോദിച്ചു, മോനെ ഇങ്ങനെ മൊബൈലിലും ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് നമ്മുടെ മൊബൈലിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ബൈബിൾ വായിക്കാനാകും. ബൈബിൾ പ്രത്യേകിച്ച് നമ്മുടെ ഹാൻഡിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യം മൊബൈലിൽ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ ചോദിച്ച് പറഞ്ഞ് ആ ചേട്ടനെ മനസ്സിലാക്കി അയച്ച് ആ ചേട്ടനോട് പരിചയപ്പെട്ടു. ചേട്ടന്റെ കുടുംബത്തെ കുറിച്ച് ചോദിച്ചു, ചേട്ടന്റെ ജോലി മേഖലകളെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി. ആ ചേട്ടൻ ഒരു ക്രിസ്ത്യാനി തന്നെയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഓരോ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ചേട്ടനോട് തിരിച്ച് പെരുമ്പാവൂർ എത്തുന്നത് വരെ, ആ ചേട്ടൻ എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു. ഞാൻ പെരുമ്പാവൂർ വന്നിട്ട് എനിക്ക് കുറച്ച് വീട്ടിലേക്ക് ഒരു 5 കിലോമീറ്റർ മാറി അങ്കമാലി റൂട്ടിൽ വന്നു. ആ ചേട്ടനോട് ക്രിസ്തുവിനെ കുറിച്ച് പറയാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. ഇവിടെ വരെ നമ്മൾ അത് തിരിച്ചറിയുമ്പോഴാണ് ഏത് രീതിയിലാണ് ആ ചേട്ടനോട് ഒന്ന് സുവിശേഷം പ്രഘോഷിക്കാനാവുക എന്നുള്ളത്. അത് നമ്മൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉള്ളിൽ ആ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ആരോടാണോ പ്രഘോഷിക്കുന്നത് അവരോടുള്ള അവരെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതോടൊപ്പം ശ്രോതാവിന്റെ പശ്ചാത്തലവും കാഴ്ചപ്പാടും മതവിശ്വാസവും സാമൂഹിക സ്ഥിതിയും രാഷ്ട്രീയ പശ്ചാത്തലവും ഒക്കെ നാം മനസ്സിലാക്കുമ്പോഴാണ് ഒരു അപ്പസ്തോലിക പ്രേക്ഷിത ശിഷ്യന്റെ കഴിവോടുകൂടി നമുക്ക് വേണ്ട വിധത്തിൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ സുവിശേഷം അവരുടെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ വീണ്ടും ഓർക്കുന്ന കാര്യം, മിഷൻ ട്രെയിനിങ്ങുമായിട്ട് ഞങ്ങള് മിഷൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ജിസ്യൂത്തിന്റെ ഒരു മിഷൻ ട്രെയിനിങ് ഉണ്ടായിരുന്നു, ഞാൻ ഫാമിലികൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഫാമിലികളെ മിഷന് വിടാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന്റെ ആദ്യത്തെ ട്രെയിനിങ്ങിന് ഞാൻ മൂവാറ്റുപുഴയിൽ ട്രെയിനിങ്ങിന് വേണ്ടി കടന്നത്, ഞാനും എന്റെ കുടുംബം ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് മൂവാറ്റുപുഴയിനടുത്ത് തന്നെയുള്ള ഒരു ഇടവകയില്, കുറച്ച് വനത്തിനകത്തുള്ള ഒരു ഇടവക, കൊതങ്കുളം രൂപതയിലെ ഒരു ഇടവകയില് ഞങ്ങള് മിഷൻ ചെയ്യാൻ വേണ്ടി ഒരു ദിവസത്തെ മിഷന് വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് കടന്നുപോയി. അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര ജീപ്പിനാണ്. കാരണം വളരെ ദുർഘടം പിടിച്ച് മുകളിലേക്കുള്ള യാത്രയാണ്. അപ്പൊ ജീപ്പ് മാത്രമേ കയറി പോയുള്ളൂ. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ കൂട്ടത്തിൽ തൃശ്ശൂരിൽ നിന്നുള്ള ജോസഫ് ചേട്ടനും ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി പഴയ ഒരു ജിസ്യൂത്താണ്. അപ്പൊ ചേച്ചി ഭയങ്കര തീഷ്ണതയോടെ ജീവിക്കുന്ന ഒരു ചേച്ചിയാണ്, സുശേഷം പ്രഘോഷിക്കണം. അപ്പൊ ജോസഫ് ഏട്ടന് സാധാരണ ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലൊരു വ്യക്തിത്വമാണ്. അപ്പൊ ചേട്ടൻ അങ്ങനെ എല്ലാവരും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുന്നത് അറിയില്ല, അത് എങ്ങനെയാണെന്നൊരു പിടുത്തമില്ല, അത് അതിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ചേട്ടനായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചേട്ടൻ എന്നോട് ചോദിച്ചു, ജെനി ഇങ്ങനെ ദൂരങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എന്താ ചെയ്യണം? അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം, ചേട്ടൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ചേച്ചിയും അങ്ങനെ ആ കുടുംബത്തെ കൂടുതൽ പരിചയപ്പെട്ടു. അവർക്കൊരു കുഞ്ഞേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞങ്ങളിങ്ങനെ നേരത്തെ ജാൻസി ചേച്ചിയുടെ അനുഭവം പറഞ്ഞില്ല, അങ്ങനെയുള്ള യാത്രകളെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പങ്കുവെച്ചു. ഞങ്ങൾ അങ്ങനെ 1 മണിക്കൂറത്തെ യാത്ര, കുറച്ച് അധികം ദൂരമില്ലെങ്കിലും വളരെ പതിയെ വണ്ടി പോകും. അങ്ങനെ ഞങ്ങൾ ആ ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ ചെന്ന് അവിടുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്നോട് പങ്കുവച്ചൊരു കാര്യം ഇതായിരുന്നു, എന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്, എല്ലായിടത്തും പോയി സുവിശേഷം പറയണമെന്നുള്ള ഒരു ആഗ്രഹം. ഇവിടെ ഒരു ആ ജോസഫേനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ചേട്ടന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുത്തപ്പോൾ ആ ചേട്ടനും മറ്റൊരു പ്രൊമോഷനാകാൻ ആഗ്രഹം ജനിക്കുന്നത് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. ഇവിടെ നമ്മൾ ആരോടാണോ സുവിശേഷം പറയുന്നത് അവരെ കുറിച്ചുള്ള നല്ലൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്ന് ശ്രീഹയും സഭയും ഒക്കെ നമ്മൾ ഓർപ്പിക്കുകയാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 1 മുതൽ 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തില് പൗലോസ് നമ്മളോട് പറയുകയാണ്, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ
അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവർ സുവിശേഷ പ്രസംഗത്തിന്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടെ തീരുമാനിച്ചതായി. ലോകത്തെക്കുറിച്ചുള്ള തന്റെ തിരിച്ചറിവിനെ കുറിച്ചാണ് പൗലോസ് നമ്മൾ ഓർപ്പിക്കുന്നത്. ലോകത്തെക്കുറിച്ച് നല്ലൊരു തിരിച്ചറിവ് ഒരു സുവിശേഷ പ്രഘോഷണം ഉണ്ടായിരിക്കണമെന്ന്, ആ ഒരു ഗുണം സുവിശേഷ പ്രഘോഷണം ഉണ്ടായിരിക്കണമെന്ന് പൗലോസ് നമ്മളോട് പറയാണ്. എന്നുവെച്ചാൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ ആരെ, ക്രിസ്തുവിനെ, രക്ഷിക്കാൻ വന്ന രക്ഷകനായ ക്രിസ്തുവിനെ, ദൈവത്തിന്റെ പുത്രനെ അറിഞ്ഞില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് പൗലോസ് നമ്മളോട് പറയുകയാണ്. വീണ്ടും യോഹന്നാൻ നമ്മളോട് അത് വീണ്ടും പറയുന്നുണ്ട്. ഒന്നാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മളോട് പറയുകയാണ് ലോകത്തെ കുറിച്ച്, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ആദ്യ മാതാപിതാക്കൾ, നമ്മൾ ഷൂബിന്റെ ക്ലാസ്സുകളിൽ കണ്ട ആദ്യ മാതാപിതാവസ്ഥയിൽ കണ്ടു, ആദ്യ മാതാപിതാക്കൾ അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സാത്താന്റെ വാക്കുകൾ കേട്ട് തങ്ങൾ തന്നെ സാത്താൻ അടിമ വെച്ചത് മൂലം ലോകം മുഴുവൻ സാത്താന്റെ അടിമത്തത്തിലേക്ക് പോയി എന്ന് നാം തിരിച്ചറിഞ്ഞതാണ്. അങ്ങനെയാണ് പാപാവസ്ഥ ലോകത്തിൽ കടന്നു വന്നത് നമുക്ക് അറിയാം. അപ്പോൾ ശ്രീക നമ്മളോട് പറയാണ്, നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് ജന്മം എടുത്തവരാണ്, ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിൽ നിന്നാണ്. എന്നാൽ ലോകം മുഴുവൻ ദുഷ്ട ശക്തിവലയത്തിലാണെന്ന് നാം അറിയുന്നു. ആ ഒരു തിരിച്ചറിവും ബോധ്യം നമുക്ക് ഉണ്ടാകണം എന്ന് കൂടി ശ്രീക നമ്മളോട് പറയുകയാണ്. വീണ്ടും ശ്രീക നമ്മളോട് പറയുന്നു, തിന്മയെക്കുറിച്ചുള്ള, സാത്താനെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാകണം. കൊല്ലസാർക്ക് 2-ാമത്തെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് നമ്മളോട് പറയുകയാണ്, ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലോ. അവൻ ചതിയനാണ്, നുണയനാണ്, സകലരെയും പാപത്തിൽ വീഴ്ത്താൻ ഓടി അങ്ങനെയുള്ള അങ്ങനെയുള്ളവനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. എങ്കിൽ തിന്മയെക്കുറിച്ച് നല്ലൊരു അവബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട്, പ്രഘോഷകനായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീക നമ്മൾ പറയുന്നു. പിന്നെ പത്രോസ് ലേഖ, നമ്മുടെ ആദ്യം മാർപ്പാപ്പിയ പത്രോസ് ലേഖ തന്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലൂടെ അത് വീണ്ടും നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നുണ്ട്, നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക എന്ന് പറയുന്നത്. കാരണം സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ചതിയനാണ് അവൻ. അവൻ എപ്പോ വേണമെങ്കിലും നമ്മളെ ചതിക്കാം. ക്രിസ്തുവിന്റെ മാർഗത്തിൽ നമ്മൾ എപ്പോ വേണമെങ്കിലും മാറ്റിക്കളയാം. ആ രീതിയിൽ അവൻ ഇങ്ങനെ ചുറ്റുപാട് നടക്കുകയാണ് എന്ന് പറയുകയാണ്. നാം കാണുന്നുണ്ട്, ജോബിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ജോബിനെ ഉപദ്രവിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന സാത്താന്റെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു അവബോധം, തിന്മയെ കുറിച്ചുള്ള നല്ലൊരു അവബോധമുള്ള വ്യക്തിക്കാണ് യഥാർത്ഥ അപ്പസ്തോലിക പ്രേക്ഷിഷ്യനായിട്ട് മാറാൻ സാധിക്കുക എന്ന് ശ്ലീഹ അല്ലെങ്കിൽ സഭ നമ്മൾ ഓർപ്പിക്കുന്നു. വീണ്ടും സഭയെക്കുറിച്ച് നമ്മളെ ഇതെല്ലാം പകർന്നു നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഭയെക്കുറിച്ചുള്ള അവബോധം നമുക്ക് ഉണ്ടാകണമെന്ന് പൗലോസ് നമ്മളോട് പറയുന്നു. കൊളോസർക്ക് എഴുതിയ 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് നമ്മളോട് പറയുകയാണ്, അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ്, അവൻ എല്ലാറ്റിന്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാണ്, അല്ലെങ്കിൽ ക്രിസ്തു ശിരസ്സാകുന്ന ഒരു ശരീരത്തിന്റെ ഭാഗം, അല്ലെങ്കിൽ ആ ശരീരമാണ് സഭ എന്ന് പൗലോസ് നമ്മളോട് ഓർപ്പിക്കുന്നു. അപ്പൊ സഭയെക്കുറിച്ചുള്ള നല്ലൊരു അവബോധം, നാം ആയിരിക്കുന്ന സഭയെക്കുറിച്ചുള്ള ഒരു നല്ല അവബോധം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ ബോധത്തോടെ സുവിശേഷം പ്രഘോഷിക്കാനാവുക. നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, എങ്കിൽ നല്ലൊരു അവബോധമുള്ള ക്രിസ്തു ശിഷ്യന് ഒരിക്കലും സഭയെ കുറ്റം പറയാനായിട്ട് സാധിക്കുകയില്ല. സഭയെ സ്നേഹിക്കാനേ പറ്റൂ. സഭയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സ്നേഹം വർദ്ധിക്കുകയുള്ളൂ. അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ തിയോളജി കോഴ്സിലൂടെ കടന്നു പോകുന്ന ആ സഭയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, ശരിയായ അവബോധം സ്വീകരിക്കുമ്പോൾ നമുക്ക് സഭയെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ദൈവത്തെയും സാത്താനെയും നമ്മളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ചുറ്റുപാടിനെ കുറിച്ചും നമ്മൾ വചനം പ്രഘോഷിക്കുന്ന ശ്രമിക്കുന്ന വ്യക്തികളെ കുറിച്ചും ഒക്കെയുള്ള അവബോധത്തിൽ നിന്ന് നാം വചനം പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ, നാം വിത്ത് വിതയ്ക്കാൻ ഇറങ്ങുന്ന വയൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വയൽ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും, അവിടെ ഒരുക്കപ്പെടേണ്ട മണ്ണ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ഹൃദയവുമാണ്. അവിടെ നാം വിതയ്ക്കേണ്ട വിത്ത് എന്ന് പറയുന്നത് ജീവവചനമാണ്. അങ്ങനെ അതിനായിട്ട് നാം ഒരുങ്ങി ഇറങ്ങുന്ന സമയത്ത് നാം പരിഗണിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളോട് വീണ്ടും സ്നേഹയും അല്ലെങ്കിൽ സുവിശേഷമൊക്കെ നമ്മൾ ഓർപ്പിക്കുന്നത്. ശ്രോതാവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് നാം പരിഗണിക്കണം, അവന്റെ ജീവിത സാഹചര്യത്തെ നാം പരിഗണിക്കണം, ചരിത്ര പശ്ചാത്തലത്തെയും മൂല്യബോധത്തെയും സംസ്കാരത്തെയും സാമൂഹിക പാരമ്പര്യത്തെയും നാം നന്നായിട്ട് പരിഗണിക്കണം. എങ്കിൽ മാത്രമാണ് അവന് ചേർന്ന വിധത്തിൽ, അവന് സ്വീകരിക്കാനാകുന്ന വിധത്തിൽ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ കാര്യങ്ങൾ വായിച്ചു പോകുമ്പോൾ ഞാൻ ഓർക്കുന്ന കാര്യം, POCയിൽ നിന്ന് മിഷൻ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ 6 മാസം മിഷൻ ട്രെയിനിങ് കഴിഞ്ഞിട്ട് മിഷനുമായിട്ട് ഡൽഹിയിലേക്ക് കടന്നു പോയത്, സാന്ത്വന കമ്മ്യൂണിറ്റിയോട് ചേർന്ന് പോയത് ഞാൻ ഓർക്കുന്നു. ഷിബ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, പല പ്രാവശ്യവും പോയിട്ടുണ്ട്.
അവിടെ ചെന്നപ്പോൾ കണ്ടൊരു കാര്യം, അവിടെയുള്ള രണ്ട് തെരുവുകൾ എന്ന് പറയുന്നത് കുറെ വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. പാട്ട പെറുക്കിയും അല്ലെങ്കിൽ മറ്റ് വേസ്റ്റ് ഒക്കെ പറക്കി ജീവിക്കുന്ന ഒരു സമൂഹം. ശങ്കർ കോളനി എന്നാണ് അവരെ വിളിക്കുന്നത്. പിന്നീട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടുന്നൊക്കെ അടിച്ചു മാറ്റി ജീവിക്കുന്ന ഒരു കുറെ വ്യക്തികളുടെ ഒരു സ്ഥലം. അവർക്ക് താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഏഹ് വളരെ അഴുക്ക് നിറഞ്ഞ സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ കൂട്ടിയിടുന്ന സ്ഥലങ്ങളിൽ ഏഹ് ചെറിയൊരു ടാർപ്പായ മാത്രം വലിച്ചു കെട്ടി അതിന് കീഴിൽ ജീവിക്കുന്ന കുടുംബങ്ങളൊക്കെ അവരെ കാണാൻ സാധിച്ചു. അവിടെ സാന്ത്വന കമ്മ്യൂണിറ്റിയുടെ കൂടെ കടന്നു പോയപ്പോൾ അവിടെയുള്ള കുഞ്ഞു മനുഷ്യന്മാർ, സാന്ത്വന കമ്മ്യൂണിറ്റിയിലെ കുഞ്ഞു മനുഷ്യന്മാർ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എന്റെ ഉള്ളിൽ ശരിക്കും ഒരു കാര്യം പതിച്ചു. കാരണം അവർ ചെയ്യുന്ന ഒരു കാര്യം എന്തായിരുന്നു, അങ്ങനെയുള്ള കോളനികളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ ഒരു സാഹചര്യമില്ലായിരുന്നു. ആരും അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയോ വിദ്യാഭ്യാസം കൊടുക്കുകയോ ചെയ്യുന്നില്ല. ഇത് തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ, അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചാൽ അവരിലേക്ക് സുവിശേഷം എത്താൻ സാധ്യത കൂടുതലാണെന്ന് തിരിച്ചറിഞ്ഞ സാധന കമ്മ്യൂണിറ്റിയും അവിടുത്തെ കുഞ്ഞു മിഷണറിമാരും ചേർന്ന് ഒരു സ്കൂൾ സിസ്റ്റം അവിടെ ഉണ്ടാക്കി വെച്ചു. അവിടെയുള്ള പഠിപ്പുള്ള യുവതി യുവാക്കളെയൊക്കെ കണ്ടെത്തി, ഡിഗ്രി വരെ പഠിച്ച യുവതി യുവാക്കളെ കണ്ടെത്തി അവരിലൂടെ ഹോം സ്കൂളിംഗ് സിസ്റ്റത്തിലൂടെ അവിടെ 400ഓളം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കും. അങ്ങനെ പകർന്നു കിട്ടി സുവിശേഷം തിരിച്ചറിഞ്ഞ കുടുംബങ്ങൾ നല്ല രീതിയിലേക്ക് എത്തിയതൊക്കെ അവിടെ കാണാൻ സാധിച്ചു. അവിടെ തങ്ങൾ ആയിരിക്കുന്ന സുവിശേഷ മേഖലകളിലെ സാഹചര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ്, അവിടെയുള്ള വ്യക്തികളെ തിരിച്ചറിഞ്ഞ്, അവരുടെ പശ്ചാത്തലങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവരിലേക്ക് സുവിശേഷം പകർന്നു കൊടുക്കുന്ന കുഞ്ഞു മിഷണറിമാരുടെ, ഞാൻ ഓർക്കുന്ന അന്ന് 400ഓളം വരുന്ന ആ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്ന ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മിഷണറിയായ കുഞ്ഞു മകനാണ്. എത്രമാത്രം തീഷ്ണതയും ആ അനുഭവം ഉണ്ടായിട്ടാണ് അത് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുന്നവരായി തീരണമെന്ന് നമ്മളെ സഭ ഓർപ്പിക്കുന്നുണ്ട്. പിന്നെ അവരെ അങ്ങനെ പ്രഘോഷിക്കുമ്പോൾ നമ്മൾ അവരെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്? നല്ല ബോധ്യത്തോടെയും സ്നേഹത്തോടെയുമുള്ള സമീപനമായിരിക്കണം നമുക്കുണ്ടായിരിക്കുന്നത്. സ്വാധീനിക്കേണ്ട മേഖലകൾ എന്ന് പറയുന്നത് അവരുടെ മൂല്യബോധത്തെ നമുക്ക് സ്വാധീനിക്കാനാകണം, ജീവിത ശൈലികളെ നമുക്ക് സ്വാധീനിക്കാനാകണം, തീരുമാനങ്ങളെ സ്വാധീനിക്കാനാകണം. നാം കണ്ടു സാധന കമ്മ്യൂണിറ്റിയിലെ കുടുംബങ്ങളെ അല്ലെങ്കിൽ കുഞ്ഞു മിഷണറിമാർ അവരുടെ മൂല്യബോധം അവിടെ തങ്ങൾ അധകൃതരാണ്, തങ്ങൾക്ക് ഉയരാൻ സാധിക്കില്ല എന്നുള്ള ചിന്തയിലൂടെയും തങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള ജീവിതശൈലിയിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്ന അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതും അവരുടെ തീരുമാനങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പുതിയൊരു യുഗം തുറന്നു കൊടുക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ഓർക്കുന്നു, ഒറീസയിലേക്കുള്ള ഒരു യാത്ര, വീണ്ടും ഇതുപോലെ തന്നെ ഒരു മിഷൻ യാത്രയിൽ ഞങ്ങൾ തിരിച്ചുള്ള യാത്രയിൽ അവിടെ 10-40 പേരുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് പോയപ്പോൾ തിരികെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കാഞ്ഞിരപ്പള്ളിക്കാരനായ ഫിലിപ്പച്ചായുണ്ട്. ഒരു ജുബയൊക്കെ ഇട്ട്, പ്രായം 10-80 വയസ്സോളം ഉണ്ട് ഫിലിപ്പച്ചായൻ. ഫിലിപ്പച്ചായനും അവിടെ കുറച്ചു പേരും ഒരു കൂപ്പയിലായിരുന്നായിരുന്നു. ആ കൂപ്പയിൽ അപ്പൊ അവിടേക്ക് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് ക്ഷണിച്ചു. ജനീബ കുറച്ചു നേരം നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ക്ഷണിച്ച സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, അവരുടെ ഒപ്പം അവർ 6 പേരാണ് ആ കൂപ്പയിൽ ഉണ്ടായിരുന്നത്. ബാക്കി 8 പേരിൽ 2 പേര്, ഒരു പയ്യനുണ്ട്, ഒരു ഹൈന്ദവനായ ഒരു പയ്യനുണ്ടായിരുന്നു. എംടെക് കഴിഞ്ഞിട്ട് ജോലിയിൽ ലീവ് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുക യാത്രയിലാണ് അവനെ അവർ കണ്ടുമുട്ടുന്നത്. അവര് പരിചയപ്പെട്ടു, അവനെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നത് കണ്ട അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോയി? അങ്ങനെയൊക്കെ ചോദിച്ചു അവർ പരിചയപ്പെട്ട് കൂടുതൽ കഴിഞ്ഞപ്പോൾ ഈ ഫിലിപ്പച്ചായൻ അവനോട് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അവനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി, അവന്റെ ചുറ്റുപാടുകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഈശോയുടെ സ്നേഹത്തെ കുറിച്ചൊക്കെ പങ്കുവെച്ചു. പിന്നീട് അപ്പൊ ഞാനും അവനോട് കൂടി സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര അവസാനിച്ചു. പിന്നീടുള്ള ഒരു കണ്ടുമുട്ടലുകൾ പിയോസിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഫിലിപ്പച്ചായൻ പറഞ്ഞൊരു കാര്യം, ആ മകൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് ആ യാത്രയുടെ അവസാനം ഫിലിപ്പച്ചായൻ ഡിവൈനിൽ ധ്യാനത്തിന് പറഞ്ഞു വിടുകയും ചെയ്തു. ഫിലിപ്പച്ചായൻ പറയുകയാണ്, വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ക്രിസ്തുവിന്റെ സഭയിൽ അംഗമായി തീരണം, എനിക്ക് മാമോയിസ കിട്ടണം, എനിക്ക് ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പ്രഘോഷിക്കണം എന്നൊക്കെ ആഗ്രഹത്തോടെ അവൻ പങ്കുവെച്ചു എന്ന് പറയുകയാണ്. അവന് സാഹചര്യം തിരിച്ചറിഞ്ഞ് അവനോട് പ്രഘോഷിച്ചപ്പോൾ അവന് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും തക്ക വിധത്തിലുള്ള ഒരു കൃപ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോൾ അവന്റെ മൂല്യബോധത്തെയും ജീവിതശൈലിയെയും തീരുമാനങ്ങളൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഫിലിപ്പച്ചായനും അവിടെ ഇരുന്നവരൊക്കെ ഇടപെടുന്നതും അവന്റെ ജീവിതത്തിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ അവിടെ കാണാനായിട്ട് സാധിച്ചു. വീണ്ടും നാം ഈ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ശ്രോതാന സംസ്കാരത്തിലാണ് സുവിശേഷം ജന്മമെടുക്കേണ്ടത്. ഒരു വ്യക്തിയുടെ അവൻ ആയിരിക്കുന്ന സംസ്കാരത്തിൽ തന്നെയാണ് അവിടെ നിലനിൽക്കാൻ ആയിക്കൊണ്ട് വേണം അവന്റെ ജീവിതത്തിൽ സുവിശേഷം ജന്മമെടുക്കാൻ. ശ്രോതാവിന്റെ പാവ സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്താനാണ് ഒരു സുവിശേഷ പ്രഘോഷകൻ. അതുപോലെ തന്നെ പടിപടിയായിട്ട് സ്വാധീനിക്കുന്ന ശൈലിയാണ്. ഒറ്റയടിക്ക് സുവിശേഷം പറഞ്ഞ് അവൻ എങ്ങനെയും മാറ്റുക എന്നുള്ളതല്ല. പടിപടിയായിട്ട് അവന്റെ ജീവിതത്തിന്റെ എല്ലാ മൂല്യബോധത്തെയും തീരുമാനങ്ങളെയും ശൈലിയും ഒക്കെ സ്വാധീനിക്കുന്ന രീതിയിൽ പടിപടിയായിട്ട്
അവന്റെ ജീവിതത്തിൽ ഇടപെടുന്നതാണ് നല്ലത്. ആ ഒരു ശൈലിയാണ് നല്ലത്. ഒരു യഥാർത്ഥ പ്രേക്ഷിത ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമ്മളെ വചനം ഓർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 1 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമ്മളവിടെ സമരിയക്കാരിയെ കിണറ്റിൻകരയിൽ വെള്ളം കർത്താവ് കാത്തിരിക്കുമ്പോൾ അവിടെ വെള്ളം കോരാൻ വരുന്ന സമരിയക്കാരിയെ സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. ഈശോ അവളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആദ്യം അവൾക്ക് അതൊരു സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് തോന്നിയത്. നിനക്ക് എന്നൊക്കെയാണ് വിളിക്കുന്നത്. പിന്നീട് പ്രഭോ എന്നും ഗുരു എന്നും പിന്നെ കർത്താവേ എന്ന് ആ രക്ഷകനാണെന്നുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടായിക്കൊണ്ട് അവൾ ഓടി തന്റെ ഗ്രാമത്തിൽ പോയി മറ്റുള്ളവരുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന നാം കാണുന്നുണ്ട്. പടിപടിയായിട്ട് അവളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ക്രിസ്തുവിന്റെ ഒരു പിക്ചർ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അവളുടെ ആ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് തന്നെ അവളുടെ അവൾക്ക് അവളുടെ പാവത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. ആ പാവത്തിന് നമുക്ക് മാനസാന്തരം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ കാണാനാകും. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് തന്നെ അവൾക്ക് യേശുവിനെ സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ ആ ദൈവത്തെ സ്വീകരിക്കുവാനോ സുവിശേഷം സ്വീകരിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു നമുക്ക് കാണുന്നു. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം അവിടെ സക്കേവൂസിനെ കാണുന്നുണ്ട്. സക്കേവൂസിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നത് എങ്ങനെയാണെന്നും തന്നെ കാത്തിരുന്ന സക്കേവൂസിന്റെ അടുത്തേക്ക് കടന്നു എന്നുകൊണ്ട് സക്കേവൂസിനെ വിളിച്ചിറക്കി സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവനോടൊപ്പം താമസിച്ച് അവനോടൊപ്പം ഭക്ഷിച്ച് അവന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നത് നാം കാണുന്നു. പടിപടിയായിട്ട് അവന്റെ ജീവിതത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അവന് സാധിക്കുന്നു. പ്രവിക്രുടന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്ക 1-ാമത്തെ അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിലും നാം ഇത് കാണുന്നുണ്ട്. അവന്റെ ജീവിതത്തിൽ അവന്റെ ആ ജീവിതത്തിൽ ഓരോ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് അവനെയും സുവിശേഷത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നാം സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ഓരോ ശ്രോതാവിനും അവന്റെ ജീവിതത്തിന് മുഴുവൻ യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ അവർക്ക് സ്വീകരിക്കാനാണ്. അത് അങ്ങനെ ഇങ്ങനെ പ്രഘോഷിക്കുമ്പോഴാണ് അങ്ങനെ സാധിക്കുന്നത്. അവന്റെ ജീവിതത്തെ മുഴുവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ഒരു ക്രിസ്തു ശിഷ്യനായി മാറിക്കൊണ്ട് അങ്ങനെ പ്രഘോഷിക്കുമ്പോൾ ആ ശ്രോതാവിന് അവന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും നിന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ ദുഃഖത്തിലൂടെയും ദുരിതങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. അവിടെ നിന്നുകൊണ്ട് തന്നെ അവന് ആ ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ കാണുന്നു ദൈവത്തെയും തിന്മയുടെ ശക്തിയെയും അവനവനെയും മറ്റുള്ളവരെയും ലോകത്തെയും കുറിച്ചുള്ള ആഴമേറിയ അവബോധമുള്ള പ്രഘോഷകർക്ക് മാത്രമേ കേൾവിക്കാർക്ക് സ്വീകാര്യമായ രീതിയിൽ സുവിശേഷം പങ്കുവയ്ക്കാനാവും. നമ്മൾ കേട്ട കാര്യങ്ങൾ ഒരു യാഥാർത്ഥ്യ ബോധമുള്ള എല്ലാത്തിനെയും കുറിച്ച് നല്ല അവബോധവും തിരിച്ചറിവുമുള്ള ഒരു ക്രിസ്തു ശിഷ്യന് മാത്രമാണ് മറ്റുള്ളവർക്ക് കേൾക്കാവുന്ന മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോട് സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളോട് വചനം പങ്കുവെക്കുകയാണ്. ഞാൻ ഓർക്കുന്നു വീണ്ടും ഞങ്ങൾ ഒറീസയിൽ കടന്നു ചെന്ന സമയത്ത് ഒല്ലട എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് കൂടുതൽ പ്രാവശ്യം പോയിട്ടുള്ളത്. അവിടെയുള്ള ഒരു ദേവാലയമുണ്ട്. 10-30ഓളം ഗ്രാമങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ദേവാലയമാണ്. ആ ദേവാലയത്തിന് കീഴിൽ 10-30ഓളം ഗ്രാമങ്ങളുണ്ട്. അവിടെ നിന്നുള്ള എല്ലാവരും വിശുദ്ധ ബലിക്ക് തിരുനാളിനൊക്കെ വരുന്നത് അവിടേക്കാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കല്ലറ ഞങ്ങൾ ശ്രദ്ധിച്ചു. വളരെ നന്നായിട്ട് കെട്ടി ഒരുക്കിയിട്ടുള്ള ഒരു കല്ലറ. ഒരു വർഗീസ് മൂലനച്ഛൻ CM സഭയിലെ അച്ഛന്റെ കല്ലറയാണ്. ആ പ്രദേശങ്ങളിൽ ആദ്യമായിട്ട് കടന്നു ചെന്ന മിഷണറി വൈദികനാണ് അദ്ദേഹം. അദ്ദേഹം അവിടെ കടന്നു ചെല്ലുമ്പോൾ ഉള്ളത് ആദിവാസി സമൂഹങ്ങളാണ്. കൃഷി ചെയ്ത് വളരെ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജനതയായിരുന്നു. അച്ഛൻ അവരുടെ ഇടയിൽ കടന്നു ചെന്നിട്ട് ചെയ്തൊരു കാര്യം, സാധാരണ അവരുടെ പോലെ ഒരു തൊഴിലാളിയെ പോലെ തന്നെ ഡ്രസ്സ് ഇട്ടിട്ടാണ് അച്ഛൻ ചെല്ലുക. ലോഹ ഇട്ടിട്ടൊന്നുമല്ല അച്ഛൻ ചെല്ലാറുള്ള അവിടത്തേക്ക്. അവിടെ കടന്നു ചെന്നിട്ട് അവർ കൃഷി ചെയ്യുമ്പോൾ ആ വയലിന്റെ സമയത്ത് പോയി നിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ദാഹിക്കുന്ന ഇച്ചിരി വെള്ളം തരാമോ എന്ന് അവരോട് ചോദിക്കും. ആ വെള്ളം കൊടുക്കാൻ അവർ കൊടുക്കും. വെള്ളം കൊടുക്കുന്ന സമയത്ത് അച്ഛൻ ചോദിക്കും, എനിക്ക് പണി എന്തെങ്കിലും തരാമോ, ഞാൻ പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് പണി വേണം എന്ന് പറയും. അപ്പൊ അച്ഛനെ അവർ കൃഷി ചെയ്യാൻ വിളിക്കും. പണിക്കായിട്ട് ക്ഷണിക്കും. അച്ഛൻ അവരോടൊപ്പം പണി ചെയ്യും. ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിവസങ്ങൾ അവരെ മനസ്സിലാക്കി, അവരുടെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ അവരോട് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ. പിന്നീട് അച്ഛൻ ചെയ്തൊരു കാര്യം, അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട കാര്യം, എല്ലായിടത്തും കശുവണ്ടി ഇഷ്ടംപോലെ കൃഷി ചെയ്തിട്ടുണ്ട്. കശുമാവുണ്ട് ഇഷ്ടംപോലെ. അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒത്തിരി മാറിപ്പോയി. സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയുണ്ടായി. വിശ്വാസത്തിൽ വളരെ ആഴപ്പെട്ട കൂട്ടായ്മയിൽ ബലപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനതയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത്. കാരണം അച്ഛൻ അവരുടെ ഭൗതിക സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കശുമാവ് നടാൻ അവരെ പഠിപ്പിച്ചു, അതിന്റെ പരിചരണം പഠിപ്പിച്ചു. അതോടുകൂടി അവരുടെ ജീവിതത്തിൽ നല്ലൊരു വരുമാന മാർഗം കിട്ടി. ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാനും വിശ്വാസത്തിൽ ബലപ്പെടുവാനും ഒക്കെയുള്ള കൃപ അവർക്ക് ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ തിരിച്ചറിഞ്ഞ് അവരുടെ ജീവിതത്തിൽ സാഹചര്യം മുഴുവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് വചനം പ്രഘോഷിച്ചുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച ഒരു വൈദികനെ അവിടെ കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. നാം വചനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. സഭയുടെ പഠനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഏഷ്യയിലെ സഭ എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തില് വിശുദ്ധനായ ജോൺ പോൾ പാപ്പ, 2-ാമൻ പാപ്പ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏഷ്യയിലെ വളരെയേറെ വൈവിധ്യം നിറഞ്ഞ സാഹചര്യങ്ങളുടെ സങ്കീർണത ആഴത്തിൽ അറിഞ്ഞുകൊണ്ടും സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ടും സഭ അല്ലെങ്കിൽ നാം സുവിശേഷം പ്രഘോഷിക്കുന്നു എന്ന്. ഏഷ്യയിലെ വളരെയേറെ വൈവിധ്യം നിറഞ്ഞ സാഹചര്യം എന്ന് പറയുമ്പോൾ നാം ആയിരിക്കുന്ന ഇന്ത്യയിൽ തന്നെ എത്ര സംസ്ഥാനങ്ങളാണ് ഉള്ളത്? 10-30 സംസ്ഥാനങ്ങളുണ്ട്.
അവിടെയുള്ള ഓരോ സംസ്ഥാനങ്ങളും നോർത്ത് ഈസ്റ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഗ്രാമങ്ങളിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളും വ്യത്യസ്തമായ സംസ്കാരങ്ങളും ഒക്കെ ഉള്ളത്, വ്യത്യസ്തമായ ഭാഷകളാണ് ഉള്ളത്. അപ്പോൾ പാപ്പ നമ്മളോട് പറയുകയാണ്, ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളുടെ സാഹചര്യങ്ങളുടെ സങ്കീർണത മുഴുവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ന് പറയുമ്പോൾ പൂർണ്ണമായ ഒരു അവബോധത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ഈ സുവിശേഷം നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാവുകയുള്ളൂ എന്ന് പാപ്പ നമ്മളോട് പറയുകയാണ്. ഞാൻ പെട്ടെന്ന് ഓർക്കും, വീണ്ടും ഒറീസയിൽ കണ്ട ഒരു മിഷണറി ആയ ജോസഫ് പാലയൂർ അച്ഛൻ, CM സഭാംഗം തന്നെയാണ്. പ്രായം ഒത്തിരി ഏറെ ആയാലും 10-75 വയസ്സോളം ഉണ്ട് ഞങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത്. അച്ഛനെ ഞങ്ങളൊപ്പം ഒരുമിച്ച് ഒരുപാട് ഗ്രാമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മള് ഒരു ഗ്രാമത്തിൽ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ അച്ഛൻ അടുത്ത ഗ്രാമത്തിലേക്ക് പാതി ദൂരം പിന്നിട്ടുണ്ടാവും. കാലിന് വയ്യാത്തൊരു വ്യക്തി കൂടിയാണ്. പക്ഷെ ആ കാലും വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും, സ്പീഡിൽ നടക്കും. നടക്കുന്ന വഴിയിൽ അച്ഛൻ ചെയ്യുന്ന ഒരു കാര്യം, ഒരു മൗത്ത് ഓർഗൻ ഉണ്ട്. എന്നിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഇങ്ങനെ ഗാനങ്ങൾ മൗത്ത് ഓർഗനിൽ വായിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനെ നടക്കും. ഇത് കേൾക്കുന്ന കുട്ടികൾ അച്ഛന്റെ അടുത്തേക്ക് ഓടി വരും. അവർ വരുമ്പോൾ അതിന് പിന്നാലെ അവരുടെ അമ്മമാര് വരും, അവരുടെ അപ്പന്മാര് വരും. അങ്ങനെ ആ ഗ്രാമത്തില് ഒരു ഒരുമിച്ച് കൂടുമ്പോൾ അച്ഛൻ അവരോട് സുവിശേഷം പ്രഘോഷിക്കും. അവരെ തിരിച്ചറിഞ്ഞ് എങ്ങനെയാണ് സുവിശേഷം അവരോട് പ്രഘോഷിക്കേണ്ടത്, അവരുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് അവരുടെ സുവിശേഷം പകർന്നു കൊടുക്കാനാവുക എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അച്ഛൻ ഇത് ചെയ്യുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മള് ഏഷ്യയിലെ സഭ എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തില് അതിന് 9ാമത്തെ ഖണ്ഡികയിൽ പാപ്പ നമ്മളോട് പറയുന്നുണ്ട്, സാഹചര്യങ്ങൾ എന്തായാലും ദൈവത്തിന് വേണ്ടി തീവ്രമായി ദാഹിക്കുന്ന ജനതകളുടെ ഇടയിലാണ് താൻ നിലകൊള്ളുന്നതെന്ന് സഭ അല്ലെങ്കിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ മനസ്സിലാക്കണം, എല്ലാ ദേശങ്ങൾക്കുമുള്ള സത്വാർത്ഥയായ യേശുക്രിസ്തുവിന് മാത്രമേ ഈ ദാഹം പൂർണ്ണമായി ശമിപ്പിക്കാൻ കഴിയൂ എന്ന് നമുക്കറിയാം. നാം അറിയേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് പാപ്പ നമ്മളോട് പറയുന്നത്. ആ ദാഹിക്കുന്ന, തങ്ങളുടെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും വേദനകളുടെയും ഒക്കെ ശമനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ആ ജനതയ്ക്ക് ആ ദാഹം തീർക്കാനുള്ള ഉത്തരം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവാണ്. ആ ദാഹം തീർക്കുന്നവൻ, അവനെ കൊടുക്കാനായിട്ട് എങ്ങനെയാണ് കൊടുക്കാനാകുക എന്നുള്ള തിരിച്ചറിവുണ്ടാണ്. എങ്ങനെ ദാഹിക്കുന്ന ജനതയുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. എല്ലാവരും ഇതിനുവേണ്ടി ദാഹിക്കുന്നു എന്നുള്ള വലിയ അവബോധം നമുക്കുണ്ടാകണം. അവരുടെ ഇടയിൽ എങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് എന്നുള്ള ഒരു അവബോധം നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ അവരോട് വചനം പ്രഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ, യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് മാറാൻ സാധിക്കൂ എന്ന് നമ്മളോട് പാപ്പ നമ്മൾ ഓർപ്പിക്കുന്നു. ഞാൻ വീണ്ടും മധ്യപ്രദേശിലെ ഞാനും എന്റെ കുടുംബവും കൊറോണയുടെ കാലത്ത് 2 മാസത്തോളം മിഷനുമായിട്ട് കടന്ന സമയത്ത് അവിടെ വെച്ച് കണ്ട ഒരു വിശുദ്ധനായ ഒരു വൈദ്യനെ കണ്ടു. അബ്രഹാം പള്ളിക്കൽ മാലിൽ എന്ന് പറയുന്ന ഒരു വൈദികൻ. അച്ഛനെ കണ്ടപ്പോൾ അച്ഛന് 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. 50 വർഷത്തിന് മുകളിലായി അവിടെ മിഷൻ ചെയ്യുന്നു. അച്ഛൻ പറയുന്നുണ്ട്, ആദ്യ കാലങ്ങളിൽ അച്ഛനോട് ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം, അച്ഛൻ അവിടെ ചെല്ലുമ്പോൾ ചെയ്തിരുന്ന കാര്യം, അവിടെയുള്ള ജനങ്ങൾ വളരെ പാവപ്പെട്ടവരാ, അവർ മൺകുടിലുകളിൽ ജീവിക്കുന്നവരാ. അച്ഛൻ ഓരോ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 5 അല്ലെങ്കിൽ 2, 3, 4, 5 വർഷമൊക്കെ അവരോടൊപ്പം ജീവിക്കും. അച്ഛൻ ചെയ്യുന്നൊരു കാര്യം, ഒരു ഒറ്റ മുറി മൺകുടിൽ പണിതിട്ട് അവിടെ അവരോടൊപ്പം ജീവിച്ച് അവരിൽ ഒരുവനായിട്ട് നിന്നുകൊണ്ട് അവരോട് സുവിശേഷം പ്രഘോഷിച്ച അച്ഛൻ. അങ്ങനെ ഒത്തിരിയേറെ ഗ്രാമങ്ങൾ അച്ഛൻ അങ്ങനെ യേശുവിന് വേണ്ടിയിട്ട് നേടിയെടുത്തതായിട്ട് അച്ഛൻ പറഞ്ഞു. മാത്രമല്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ കൊണ്ടുപോയ വൈദികന് പറഞ്ഞു, അവരൊക്കെ ആ ഗ്രാമങ്ങളിലൂടെ പോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പോയി അച്ഛനെ കുറിച്ച് അവർ പറയുന്നതൊക്കെ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. വീണ്ടും നാം രക്ഷകന്റെ മിഷൻ എന്ന ചാക്രി ലേഖനത്തില് ജോൺ പോൾ പാപ്പ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. അതിന്റെ 53ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, മിഷനറിമാർ അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ സാംസ്കാരിക ധാരകളിൽ നിർലീനരാകണം. അതിന് അവർ സ്ഥലത്തെ ഭാഷ പഠിക്കണം, പ്രാദേശിക സംസ്കാരത്തിന്റെ പ്രധാന മുഖങ്ങൾ പരിചിതമാക്കണം, നേരിട്ടുള്ള പരിചയത്തിലൂടെ അവയുടെ മൂല്യതലങ്ങളെ കണ്ടെത്തണം. ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ മാത്രമേ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുടെ ജ്ഞാനം വിശ്വസനീയവും ഫലപ്രദവുമായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ അവർക്ക് കഴിയൂ. അവിടെ നമ്മൾ കടന്നു ചെല്ലുന്ന ആ ഇടങ്ങളിൽ സംസ്കാരത്തെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം, അതിൽ നാം ഇഴുകിച്ചേരണം. എങ്കിൽ മാത്രമാണ് അവിടുത്തെ ഭാഷ പഠിച്ച് അവിടുത്തെ സംസ്കാരത്തെ മുഴുവൻ മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിൽ ആ സുവിശേഷം അവർക്ക് ആ രഹസ്യങ്ങൾ ജ്ഞാനം വിശ്വസനീയം ഫലപ്രദമായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ കഴിയൂ എന്ന് പാപ്പ നമ്മളോട് പറയുകയാണ്. അപ്പോൾ നല്ല ഒരു അവബോധം നമുക്കുണ്ടാകണം. അവരെ കുറിച്ചുള്ള ഒരു അവബോധം, നാം സുവിശേഷം പ്രഘോഷിക്കാൻ പോകുന്ന ഇടത്തെക്കുറിച്ചും അവരുടെ ജനത്തെക്കുറിച്ചും അവരുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ നല്ല അവബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ സാധിക്കൂ എന്ന് പാപ്പ നമ്മളോട് പറയുകയാണ്. എന്നിട്ട് ഞാൻ MP-യിൽ ഞങ്ങൾ അന്ന് മിഷനുമാർ കടന്നു ചെന്നപ്പോൾ താമസിച്ച ഒരു പ്രകാശച്ചന്റെ കൂടെ, പള്ളോട്ടൻ സഭാംഗമാണ്, അച്ഛന്റെ കൂടെയാണ് അവിടെ ഞങ്ങൾ ആയിരുന്നത്. അവിടെ വെച്ച് അച്ഛന്റെ കൂടെ ഒരു ഹൗസ് വാമിങ്ങിന്, അവിടെയുള്ള ഒരു കുടുംബത്തിന്റെ, ക്രിസ്ത്യാനി അല്ല, ആ സ്ഥലങ്ങളിലുള്ള ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഞങ്ങൾക്ക് ഹൗസ് വാമിങ്ങിന് പോകാൻ സാധിച്ചു. അച്ഛനെ അവരവിടെ ക്ഷണിക്കാൻ കാരണം അച്ഛൻ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. അതിനായിട്ട് ഒത്തിരിയേറെ അച്ഛൻ അവരെ സഹായിച്ചു. അച്ഛനെ അവർ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു, ഞങ്ങളെയും അച്ഛൻ കൊണ്ടുപോയി. അപ്പോൾ അവിടെ അച്ഛനോട് അവരോട് 2 വാക്ക് പറയാൻ വേണ്ടി അവരെ അച്ഛനെ ക്ഷണിച്ചപ്പോൾ അച്ഛൻ അവരോട് സുവിശേഷം പ്രഘോഷിച്ചു. അങ്ങനെ തിരിച്ചു വരുന്ന യാത്രയിൽ ഞാൻ ചോദിച്ചു, അച്ഛ എങ്ങനെയാണ് അച്ഛൻ ഇത്രയും ഹൈന്ദവർ കൂടിയപ്പോൾ പ്രഘോഷിക്കാൻ സാധിച്ചത്? അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം,
അവരെ ഞാൻ ഗാർഡൻ ഉണ്ടാക്കാൻ സഹായിച്ചത്, എനിക്കറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് സഹായം ചെയ്തു കൊടുത്തത് ഈ ക്രിസ്തുവിനെ പ്രകാശിക്കാനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ ആ കിട്ടിയ അവസരത്തിൽ വളരെ മനോഹരമായിട്ട് ക്രിസ്തുവാണ് ഏക രക്ഷകൻ, ആ ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ എന്ന് കൃത്യമായിട്ട് അവർക്ക് പ്രഘോഷിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. അവരെ തിരിച്ചറിഞ്ഞ് അവര് സംസ്കാരം അവര് പിന്നീട് അവർ ഒത്തിരി പേര് അച്ഛനെ കാണാനായിട്ട് വരുന്നതൊക്കെ ഞാൻ അവിടെയുള്ള താമസത്തിൽ പിന്നീടും പല പ്രാവശ്യം പോയപ്പോഴൊക്കെ എനിക്ക് കാണാനും സാധിച്ചു. കാരണം അവരൊക്കെ നമുക്ക് പരിചയപ്പെട്ടതായിരുന്നു. വീണ്ടും സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന ചാക്രിക ലേഖന അപ്പസ്തോലിക പ്രബോധനത്തില് അതിന്റെ 3-ാമത്തെ ഖണ്ഡികയിൽ നമ്മളോട് പോൾ ആറാമൻ പാപ്പ നമ്മൾ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ആധുനിക മനുഷ്യന് ക്രിസ്തീയ സന്ദേശം ഫലപ്രദമായി നൽകാനുള്ള മാർഗങ്ങൾ നിരന്തരം നാം ആരാഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു അവബോധം നമുക്കുണ്ടാകും. എങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കാനാവുക? ഈ ഒരു ക്ലാസ്സിനായിട്ട് എന്നോട് ഒരുങ്ങാൻ പറയുമ്പോൾ എങ്ങനെയാണ് ഇത് കേൾക്കാൻ പോകുന്ന വ്യക്തികൾക്ക് ഇത് പകർന്നു കൊടുക്കാനാകുക? ഏതാണ് അതിന് വേണ്ട മാർഗങ്ങൾ? ഏതൊക്കെയാണ് അതിന് ഉപയോഗിക്കേണ്ട വചനങ്ങൾ എന്നൊക്കെയുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ആ മാർഗം നമ്മൾ നിരന്തരം നമ്മള് നമ്മള് തേടിക്കൊണ്ടിരിക്കണമെന്ന് പാപ്പ നമ്മളോട് പറയുകയാണ്. കൊറോണ കാലത്ത് മറ്റുള്ള ഫിസിക്കൽ പ്രോഗ്രാമുകളൊക്കെ അവസാനിച്ചപ്പോൾ ഇങ്ങനെ അനേകർ ഇരുന്ന് ആലോചിച്ചതിന്റെ ആഗ്രഹിച്ചതിന്റെയും ഭാഗമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരാഞ്ഞതിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെയുള്ള ഓൺലൈൻ കോഴ്സുകളൊക്കെ ഒത്തിരിയേറെ തുടങ്ങാൻ ഇടവന്നത്. വീണ്ടും അതിന് 76-ാമത്തെ ഖണ്ഡികയിൽ പാപ്പ വീണ്ടും നമ്മളോട് പറയുന്നു: സുവിശേഷ പ്രഘോഷകർ ദൈവത്തെക്കുറിച്ച് നല്ല അറിവുള്ളവരും അവിടത്തോട് ഹൃദയൈക്യമുള്ളവരായിരുന്നു. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ആ ഒരു അവബോധം. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം, ക്രിസ്തുവിൽ നിന്ന് ചേർന്ന് നിൽക്കുന്നത് മാത്രമാണ് യഥാർത്ഥ ബോധ്യമുള്ള, അല്ലെങ്കിൽ യഥാർത്ഥ സുവിശേഷ പ്രഘോഷകരാകാൻ സാധിക്കും എന്നുള്ള ഒരു അവബോധം ഓരോ സുവിശേഷ പ്രഘോഷകനും ഉണ്ടാകണമെന്ന് നമ്മളോട് പാപ്പ നമ്മൾ ഓർപ്പിക്കുന്നു. വീണ്ടും ആ പ്രകാശത്തിനെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, പ്രകാശിച്ച് പുല്ല് നട്ടും ചെടി നട്ടും വൃക്ഷങ്ങൾ നട്ടും ഒക്കെ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം പ്രകാശിച്ചൻ താമസിക്കുന്ന ഇടം മധ്യപ്രദേശിലെ ഒരു മരുഭൂമി പോലത്തെ സ്ഥലം. അവിടെ ഒരു കുന്നിന്റെ മുകളിലാണ് അച്ഛൻ താമസിക്കുന്നത്. അവിടെ ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു ചെറിയ ചാപ്പലുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള നല്ലൊരു ഗാർഡൻ ഉണ്ട്. നല്ല പുല്ലൊക്കെ മഞ്ഞിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ, അതൊക്കെ ആയിട്ട് നല്ല നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. ഒരു പച്ചപ്പ് ചുറ്റും നോക്കിയാൽ എങ്ങും പച്ചപ്പില്ലാത്തപ്പോൾ അവിടെ നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അനേകര് ഈ പച്ചപ്പ് കാണാനും അവിടെ വന്നിരിക്കുവാനും ഒക്കെ ആയിട്ട് വരും. അവർ വന്നിരിക്കുമ്പോൾ അച്ഛൻ അവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയും അവരെ പരിചയപ്പെടും, അവരോട് ചോദിക്കും, മനസ്സിലാക്കും. എന്നിട്ട് അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടോ? അപ്പൊ അവർ ഏതൊരു വ്യക്തിക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന ആവശ്യങ്ങൾ. അവരത് പങ്കുവെക്കുമ്പോൾ അച്ഛൻ അവരെ പതിയെ വാ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദീപികാരനെ എഴുന്നള്ളിച്ചിരിക്കും ചാപ്പലിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ചെന്ന് അവർക്ക് വേണ്ടിയിട്ട് പരിശുദ്ധമ്മയോട് ചേർന്നിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അനേകരുടെ ജീവിതത്തിൽ അതിന്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതൊക്കെ ഞാൻ അവിടെ താമസിച്ചപ്പോൾ പിന്നീട് താമസിച്ചപ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ട്. അവരോട് ആ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് അതിനുള്ള മാർഗം തിരിച്ചറിഞ്ഞ് അവർ ആകർഷിക്കാൻ പറ്റിയ ഒരു മാർഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് അനുസരിച്ച് പ്രഘോഷിച്ചപ്പോൾ അനേകരിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ പറ്റിയ. ഞാൻ ഓർക്കുന്നു, കൊറോണയുടെ കാലത്തും ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ 7000-8000 പേരുണ്ടായിരുന്നു അവിടുത്തെ തിരുനാളിന്. ഒരാൾക്കും ഒരുമിച്ച് കൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും അവിടെ 7000-8000 വരുന്ന ഒരു ജനം ഒരുമിച്ച് കൂടി ക്രിസ്തുവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഷീജാനൊക്കെ ഉണ്ടായിരുന്നു. 15000-ഓളം പേരുണ്ടായിരുന്നു. ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്ത് 15000 പേരോളം തിരുനാളുണ്ടായിരുന്നു. ഇത്രയേറെ ക്രിസ്തുവിനെ പ്രഘോഷിക്കപ്പെടുന്ന ഒരു ഇടമാണ് അത്. അപ്പോൾ ചെടി നട്ടും പുല്ല് നട്ടൊക്കെയാണ് അവരെ ആകർഷിച്ചുകൊണ്ട് അച്ഛൻ അവരിലേക്ക് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തില് അതിന്റെ 63-ാമത്തെ ഖണ്ഡികയിൽ പാപ്പ നമ്മളോട് പറയുകയാണ്: സുവിശേഷ തത്വങ്ങൾ അതത് സ്ഥലത്ത് ജനങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന രീതിയിലും ഭാഷയിലും ക്രമപ്പെടുത്തുകയും അവരുടെ ഭാഷയിൽ പ്രഘോഷിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ ജനത്തിനും എങ്ങനെയാണ് സ്വീകരിക്കാനാവുക ആ രീതിയിൽ അവരുടെ ഭാഷയിൽ അത് ക്രമപ്പെടുത്തുകയും അവരോട് പ്രഘോഷിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പാപ്പ നമ്മളോട് പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഫിയാത്ത് മിഷൻ ബൈബിൾ ഇല്ലാത്ത, അല്ലെങ്കിൽ ലിപി പോലും ഇല്ലാത്ത ഭാഷകളിൽ ലിപി ഉണ്ടാക്കി ബൈബിൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 2-3 വർഷത്തോളം അവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനേകരിലേക്ക് അവരുടെ രീതിയും ഭാഷയൊക്കെ ക്രമപ്പെടുത്തി, അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ആ ഒരു അവബോധത്തിൽ നിന്നുകൊണ്ട് അനേകരിലേക്ക് സുവിശേഷം ആ രീതിയിൽ എത്തിക്കുന്ന ഒരു സമൂഹത്തെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. വീണ്ടും അതിന് 40-ാമത്തെ ഖണ്ഡികയിൽ പാപ്പ നമ്മളോട് പറയുന്നു: കാലത്തിന്റെയും സ്ഥലത്തിന്റെയും സംസ്കാരത്തിന്റെയും സാഹചര്യങ്ങളുടെ വൈവിധ്യം അനുസരിച്ച് അതിൽ സ്വീകരിക്കേണ്ട രീതികൾ വ്യത്യസ്തങ്ങളായിരിക്കും. അവ കണ്ടുപിടിച്ച് പ്രയോഗിക്കുക എന്നത് നമ്മുടെ കഴിവുകളെയും അനുരൂപണ സാധ്യതയും വെല്ലുവിളിക്കുന്ന ഒന്നാണ്. ആ ഓരോ കാര്യങ്ങളുടെയും സാഹചര്യങ്ങളെയും സംസ്കാരത്തെയൊക്കെ തിരിച്ചറിഞ്ഞ് അതിന്റെ വൈവിധ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട രീതിയിൽ പ്രഘോഷിക്കപ്പെടേണ്ട സുവിശേഷത്തിന്റെ രീതി എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായിരിക്കാം. അത് കണ്ടുപിടിച്ച് അത് ഏറ്റവും നന്നായിട്ട് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് പ്രഘോഷിക്കുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒന്ന് തന്നെയാണെന്ന് പാപ്പ പറയാണ്. ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് വേണം, ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് അതിന് അതീതമായ രീതിയിൽ
നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റൂ എന്ന് പാപ്പ നമ്മൾ പറയുന്നു. ഞാൻ ഓർക്കുന്ന ഞങ്ങൾ മിഷൻ ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് POC വെച്ച് ഞങ്ങൾ കൂടെ ഒരു ST സഭാംഗമായ അനറ്റ് സിസ്റ്റർ സിസ്റ്ററിന്റെ കൂട്ടുകാരിയായ അല്ലെങ്കിൽ സഹപ്രവർത്തിയായ സിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇതാണ്. സിസ്റ്ററിന് ആഫ്രിക്കയിലെ പാപ്പ ന്യൂഗിനിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ മിഷനായിട്ട് കടന്നു പോകാനായിട്ട് ഇട വന്നു. അവർക്ക് അപ്പോയിന്റ്മെന്റ് ലഭിച്ചു. അപ്പോൾ സിസ്റ്ററിന് അവിടത്തെ കുറിച്ചൊരു അവബോധമുണ്ട്. അവിടെ മോഷ്ടാക്കളുടെ ഒരു സമൂഹമാണ് ഉള്ളത് കൂടുതലായിട്ടും. എന്തുണ്ടെങ്കിലും അത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു ജനത അവിടെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ അവിടെ അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, ഇവരോട് എങ്ങനെ സുവിശേഷം പ്രഘോഷിക്കണം എന്ന് ഒരു പിടുത്തവുമില്ല. അങ്ങനെ അവിടെ ചെന്നിറങ്ങി ഹൗസിലേക്കുള്ള യാത്രയിൽ സിസ്റ്ററിന്റെ കൊണ്ടുപോയ പെട്ടികളൊക്കെ മോഷ്ടിക്കപ്പെട്ടു. സിസ്റ്റർ അവിടെ നിന്ന് അങ്ങോട്ട് യാത്രയിൽ ഹൗസിലേക്കുള്ള യാത്രയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ സിസ്റ്ററിന് തിരിച്ചറിവുണ്ടായി, ഈ മോഷ്ടാക്കളോടാണ് താൻ ആദ്യമായിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നത്. അവരുടെ ജീവിതത്തെയാണ് മാറ്റിമറിക്കേണ്ടതെന്ന് തിരിച്ചറിവുണ്ടായി. അവരുടെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സിസ്റ്റർ തുടങ്ങിയ ഒരു മിനിസ്ട്രിയാണ് റാസ്കൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. അത് പിന്നീട് അങ്ങനെ അവിടെ മുഴുവൻ കത്തിപ്പടർന്നു. അനേകർ തങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ക്രിസ്തുവിനെ അറിയുവാനും അതിൽ മറ്റുള്ള തങ്ങളുടെ മോശപ്പെട്ട രീതിയിൽ നിന്ന് തിരിച്ചു വരുവാനും അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനൊക്കെ ഇട വന്നു എന്ന് സിസ്റ്റർ പറയുകയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണ രേഖ അതിന്റെ മാതൃസ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന പ്രഖ്യാപനത്തിൽ 14ാമത്തെ ഖണ്ഡികയിൽ നമ്മളോട് പറയുന്നു, ശിഷ്യന് തന്റെ ഗുരുവായ ക്രിസ്തുവിനോട് ഗൗരവമായ ഒരു കടമയുണ്ട്. അവിടുത്തെ പക്കൽ നിന്നും കൈക്കൊണ്ട സത്യത്തെ അനുദിനം കൂടുതൽ പൂർണ്ണമായി മനസ്സിലാക്കാനും വിശ്വസ്തയോടെ വിളംബരം ചെയ്യാനും സുശക്തമായ വിധം അതിനെ പരിരക്ഷിക്കാനുമുള്ള കടമ. എങ്ങും ഉദ്ഘോഷിക്കപ്പെടേണ്ട ജീവദായക വചനമായ ക്രിസ്തുവിനോടുള്ള ചുമതലകൾ, മനുഷ്യ വ്യക്തിയുടെ അവകാശങ്ങൾ, ക്രിസ്തീയ വിശ്വാസം സ്വതന്ത്രമായി ആശ്ലേഷിക്കാനും ഏറ്റുപറയാനും വേണ്ടി ക്ഷണിക്കപ്പെട്ട മനുഷ്യർക്ക് ക്രിസ്തു വഴി ദൈവം നൽകിയ കൃപാവരങ്ങളുടെ അളവ്, ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കും. ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് പരിഗണിക്കാനായെങ്കിൽ മാത്രമാണ് ഒരു അപ്പസ്തോലിക പ്രേക്ഷിഷ്യനായിട്ട് ഒരു വ്യക്തിക്ക് മാറാൻ സാധിക്കുള്ളൂ എന്ന് സഭ നമ്മളോട് പറയുകയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണ രേഖയിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവബോധം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് മാറാൻ പറ്റുകയെന്ന് സഭ നമ്മൾ ഓർപ്പിക്കുന്നു. വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിന്റെ 909ാമത്തെ ഖണ്ഡികയിൽ ആത്മായരായ ക്രിസ്തീയ വിശ്വാസികൾ എന്നുള്ള ഹെഡിങ്ങിന് കീഴിൽ നമ്മളോട് പങ്കുവെക്കുന്ന കാര്യം ഇതാണ്: ലോകത്തിന്റെ സ്ഥാപനങ്ങളും സാഹചര്യങ്ങളും പാപത്തിന് പ്രേരണയായി തീരുമ്പോൾ അൽമായർ തങ്ങളുടെ കഴിവുകൾ സമാഹരിച്ച് അവയെ നീതിയുടെ നിയമങ്ങൾക്ക് ചേർന്നവയും പുണ്യാഭ്യാസനത്തെ തടസ്സപ്പെടുത്താതെ അതിന് അനുകൂലമായി പ്രവർത്തിക്കുകയും ആയി ക്രമീകരിക്കട്ടെ. അങ്ങനെ അവർ സംസ്കാരത്തെയും മാനുഷിക പ്രവർത്തനങ്ങളെയും ധാർമ്മിക മൂല്യം കൊണ്ട് നിറയ്ക്കും. ഈ ഒരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് വെച്ചാൽ ലോകവും സ്ഥാപനങ്ങളൊക്കെ ചിലപ്പോൾ ജനങ്ങൾക്ക് പാപം ചെയ്യാൻ പ്രേരണയായി തീരുന്നുണ്ട്. ആ തിരിച്ചറിവ് നിന്നുകൊണ്ടാണ് ഓരോ ആത്മാവിനും തങ്ങളുടെ കഴിവുകൾ മുഴുവൻ സമാഹരിച്ച് അവയെ നീതിയുടെ നിയമങ്ങൾ ചേർന്നവയും പുണ്യാഭ്യാസനത്തെ തടസ്സപ്പെടുത്താതെ അതിന് അനുകൂലമായി പ്രവർത്തിക്കുകയും ആയി ക്രമീകരിക്കട്ടെ. അങ്ങനെ സംസ്കാരത്തെയും മാനുഷിക പ്രവർത്തനയും ധാർമ്മിക മൂല്യം കൊണ്ട് ക്രിസ്തുവിനെ അല്ലെങ്കിൽ മറ്റുള്ള സുശേഷം കൊണ്ട് നിറയ്ക്കാനാവുക എന്ന് സഭ നമ്മളോട് പറഞ്ഞു വെക്കുന്നു. വിശുദ്ധരിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് അവിടെ 10ാം പിയൂസ് പാപ്പായെ, വിശുദ്ധനായ 10ാം പിയൂസ് പാപ്പായെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാപ്പ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ചു, ദരിദ്രനായി മരിക്കുന്നു. വളരെ ദരിദ്രമായ ജീവിത സാഹചര്യത്തിലൂടെ പാപ്പ കടന്നു പോയത്. പാപ്പ പറയുന്ന കാര്യം ഇതാണ്: ഒരു നല്ല ഒരു ആത്മാവിൽ ദാരിദ്ര്യമുള്ള വ്യക്തിയുടെ തിരിച്ചറിവാണിത്. എന്ത്? ഞാൻ ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ചു, ദരിദ്രനായി മരിക്കുന്നു. എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നതെന്ന് പറയാൻ സാധിക്കുന്ന ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞ് ജീവിച്ച ഒരു പാപ്പയായിരുന്നു. ഒത്തിരിയുടെ ജീവിതത്തിലേക്ക് പാപ്പയുടെ ചരിത്രം വായിക്കാൻ നമുക്കറിയാം. ഒത്തിരി ജീവിതങ്ങളിൽ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന ഒരു പാപ്പ അവരുടെ സാഹചര്യങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞുകൊണ്ട്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം, പാപ്പയുടെ ജീവിത ചരിത്രം വായിച്ചപ്പോൾ എന്നെ ടച്ച് ചെയ്തൊരു കാര്യം ഇതായിരുന്നു. പാപ്പ വൈദികനായിരിക്കുന്ന സമയത്ത് ഒരു ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെയുള്ള കപ്പ്യാർ എന്ന് പറയുന്ന വളരെ പ്രായം ചെയ്യുന്ന രോഗങ്ങളിലൂടെ കടന്നു വരുന്ന വ്യക്തിയായിരുന്നു. ആ വ്യക്തിക്ക് എല്ലാ ദിവസവും കൃത്യസമയത്ത് വന്ന് പള്ളിയിലെ മണിയടിക്കുവാനോ കുർബാന സഹായിക്കാനോ ഒന്നും സാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതറിഞ്ഞ ഒരു ഇടവാംഗം പാപ്പയോട് പറയുന്നുണ്ട്, ഞാൻ പോയി ആ വ്യക്തിയെ വിളിച്ചു കൊണ്ടുവരാം, വേണ്ട വിധത്തിൽ ആ വ്യക്തി പെരുമാറുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്: മണിയടിക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ആരോഗ്യം ദൈവം എനിക്ക് തന്നിട്ടില്ലേ, ഞാൻ അത് ചെയ്തുകൊള്ളാം, ഒരു കുഴപ്പമില്ല. ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന സഹ ശുശ്രൂഷയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പാപ്പ പറയുന്ന കാര്യം ഇതാണ്. എന്നിട്ട് പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്: ഓരോ ഇടവകയിലും സദാചാര നിഷ്ഠരും പഠിപ്പുള്ളവരും ദൃഢചിത്തരും അപ്പസ്തോലിക തീഷ്ണതയുള്ളവരുമായ ഒരു ഗണം ആത്മാരുണ്ടാകണം. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയായുള്ള ഒരു ആത്മാരുടെ കൂട്ടായ്മ ഉണ്ടാകണമെന്ന് പാപ്പ പറയുകയാണ്. പിന്നെ മദർ തെരേസയെ നമ്മൾ കാണും. വിശുദ്ധ മദർ തെരേസയെ കാണുമ്പോൾ, ഇന്ത്യയിൽ നമ്മളോടൊപ്പമുള്ള ഈ കാലഘട്ടത്തിൽ ജീവിച്ച വിശുദ്ധിയാണ്. മദർ തെരേസയെ കാണുമ്പോൾ നമുക്ക് അവിടെ മദർ തെരേസയെ കുറിച്ച് പറയുന്ന കാര്യം ഇതാണ്: മദർ തന്റെ സംസ്കാരങ്ങളിലും സംഭാഷണങ്ങളിലും കൂടിക്കാഴ്ചകളിലും ദൈവത്തിന്റെ അളവില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുമായിരുന്നു. മനുഷ്യജീവിതം ദൈവത്തിന്റെ ദാനമാണെന്നും അത് പോഷിപ്പിക്കപ്പെടണമെന്നും അവൾ വിശ്വസിച്ചു. ശിശുക്കൾ, മരിക്കുന്നവർ, തിരസ്കൃതർ, രോഗികൾ, കുഷ്ഠരോഗികൾ എല്ലാവരും ദൈവത്തിന്റെ സന്താനങ്ങളാണ്.
അവരിൽ ഓരോരുത്തരിലും യേശുവിന്റെ ഛായ കണ്ടു അവരുടെ മാനുഷിക അന്തസ്സ് നിലനിർത്താൻ ശ്രദ്ധിച്ചു. ഈ ഒരു വലിയ അവബോധത്തിൽ നിന്നുകൊണ്ടാണ് ഓരോ വ്യക്തികളെയും കുറിച്ച്, താൻ കണ്ടുമുട്ടിയ ഓരോ വ്യക്തികളെയും ദൈവത്തെയും കുറിച്ച് തന്നെ കുറിച്ച് തന്നെ നല്ല അവബോധം ഉണ്ടായിരുന്ന മദർ തെരേസ അവർക്കൊക്കെ അവരുടെ മാനുഷിക അന്തസ്സ് ഒരിക്കലും നശിപ്പിക്കാതെ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നിലനിർത്താനും അവരോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും അവർ എപ്പോഴും ശ്രദ്ധാവുകയാണ്. കാരണം മദർ പറയുന്ന ഒരു കാര്യമുണ്ട്, 1 മണിക്കൂർ ഞാൻ പ്രവർത്തിക്കണമെങ്കിൽ 2 മണിക്കൂർ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കണം. ജീവകാലത്തിൽ കൂടെ ഇരുന്ന് വളർന്ന ഒരു അമ്മയാണ് വിശുദ്ധയായ മദർ തെരേസ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് വചനം പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് നമുക്ക് മാറണമെങ്കിൽ, അല്ല അപ്പസ്തോലിക പ്രേക്ഷിത ശിഷ്യനായിട്ട് നമുക്ക് മാറണമെങ്കിൽ അതിനുള്ള ഒരു പ്രായോഗിക തലങ്ങളെ കുറിച്ചാണ് നാം പങ്കുവെക്കുന്നത്. ഒരു നല്ല പരന്ന വായന നമുക്കുണ്ടാകണം. എല്ലാത്തിനെയും കുറിച്ച് കുറിച്ചുള്ള അവബോധം ഉണ്ടാകണമെങ്കിൽ നല്ല വായന, നല്ല പുസ്തകങ്ങൾ നമുക്ക് വായിക്കാനാകണം. പത്രം, സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകൾ, അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയിലുള്ള നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഒത്തിരിയേറെ സുവിശേഷങ്ങൾ അതിലൂടെ കടന്നു വരുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നല്ല പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. നല്ല നിരീക്ഷണ പാഠവും നമുക്ക് ഉണ്ടാകണം. നമ്മൾ പൗലോസ്ലീഹയെ കാണുമ്പോൾ നമ്മൾ അതിന് നല്ലൊരു നിരീക്ഷണത്തിലൂടെ അത് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നല്ല നിരീക്ഷണമാണ്. ചുറ്റുപാടുകളിൽ എപ്പോഴും നിരീക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും. ചുറ്റുപാടുകൾ നടക്കുന്ന ഓരോ സംഭവങ്ങളെയും തിരിച്ചറിയുവാനും അതിലൂടെ എങ്ങനെയാണ് സുവിശേഷം മറ്റുള്ള പകർന്നു കൊടുക്കാനാവുക എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അതുപോലെ സാമൂഹിക ബന്ധം വളർത്തുക. സമൂഹത്തിൽ നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളല്ല, സമൂഹത്തിൽ ജീവിക്കുന്ന സാമൂഹിക ജീവിയാണ് എന്നുള്ള തിരിച്ചറിവും സമൂഹത്തിൽ ഇടപെടുകയും സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ അടുത്ത സന്തോഷങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ചെയ്യണം. അങ്ങനെ നമ്മുടെ ബന്ധം വളർത്തണം. അങ്ങനെ മാത്രമാണ് നമുക്ക് ഒരു പ്രശിഷ്യനായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് പറയുന്നത് നല്ല വ്യക്തി ബന്ധങ്ങൾ വളർത്തുക എന്നാണ്. നമുക്ക് അനേകരുമായിട്ട് നല്ല വ്യക്തി ബന്ധങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം വിശുദ്ധ ഗ്രന്ഥത്തെയും സഭാ പ്രബോധനയും കുറിച്ചുള്ള ശരിയായ അറിവ് നേടുക. വിശുദ്ധ ഗ്രന്ഥം എപ്പോഴും വായിക്കുവാനും അതുപോലെ സഭാ പ്രബോധനങ്ങൾ വായിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ആയിട്ട് നമുക്കുണ്ടാകും. അത് ലഭിക്കുന്ന ഇടങ്ങളിൽ ക്ലാസ്സിന് പോകുവാനും മിഷൻ ട്രെയിനിങ്ങുകളിലും മറ്റനേകം ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. തിയോളജി പഠിക്കാൻ ഒത്തിരിയേറെ അവസരങ്ങളുണ്ട്. അതെല്ലാം നാം പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഈ ഒരു യഥാർത്ഥത്തിലുള്ള അപ്പസ്തോലിക പ്രേക്ഷിഷ്യനായിട്ട് നമുക്ക് മാറാനായിട്ട് ആവുക. ഈ ഒരു ക്ലാസ് അവസാനിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നതും എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ നിങ്ങൾ പങ്കുവയ്ക്കാം. 10-13 വർഷത്തിന് മുമ്പ് ഞാൻ ഈ ലോകത്തിന്റെ എല്ലാവിധ പ്രശ്നങ്ങളിലൂടെ ഓടിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അവിടെ വെച്ച് എനിക്കൊരു വലിയ വീഴ്ച സംഭവിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടായിരുന്ന, എന്റെ അവസ്ഥകളെ മുഴുവൻ തിരിച്ചറിഞ്ഞ എന്റെ ഭാര്യ എന്നെ ചേർത്ത് പിടിച്ച് ഈ ക്രിസ്തുവിന്റെ സുവിശേഷം യാഥാർത്ഥ്യ ബോധത്തോടെ, എന്റെ അവസ്ഥകളെല്ലാം അവൾക്ക് തിരിച്ചറിയാമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഞാൻ ആയിരിക്കുന്ന മേഖലകളെയും എന്റെ വീഴ്ചയെയും ആ ദൈവം രക്ഷിക്കും, അല്ലെങ്കിൽ ആ ദൈവത്തിന് ഞങ്ങളെ വീണ്ടും കൈപിടിച്ച് ഉയർത്താൻ സാധിക്കുന്ന തിരിച്ചറിവ് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു: ഈശോ ഉണ്ട് കൂടെ, ഈശോ നമ്മളെ കൈപിടിച്ച് ഇനിയും നടത്തും എന്ന് പറഞ്ഞു. ആ ഒരു അറിവാണ്, അല്ലെങ്കിൽ ആ ഒരു ബോധ്യം എനിക്ക് കിട്ടിയപ്പോഴാണ് എനിക്ക് ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്താനായിട്ടുള്ള ഒരു കൈത്താങ്ങായിട്ട് ഇന്നും എന്റെ കൂടെ അത് എപ്പോഴും ഉണ്ട്. എന്റെ ഭാര്യ എന്നോട് എപ്പോഴും എന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും കുഴപ്പമില്ല, അത് ശരിയാവും എന്ന് പറയുന്നത്, ഈശോ ഇതൊക്കെ ശരിയാക്കി തരും എന്ന് പറയുന്നത് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ആ ഒരു അവളുടെ തിരിച്ചറിവാണ് എന്നെ ഇവിടെ കൊണ്ട് എത്തിക്കാൻ ഇടയാക്കിയത്. ഇവരുടെ നമുക്ക് നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് ആ ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമുക്ക് നിർവഹിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സമയങ്ങളിലും ഓരോ നിമിഷത്തിലും ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്, ആ അനുഭവത്തിലൂടെ നാം സുവിശേഷം പ്രഘോഷിക്കാൻ ഇറങ്ങുമ്പോൾ ദൈവത്തെക്കുറിച്ചും തന്നെയും തിന്മയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും നമ്മൾ ഓരോരുത്തരും വചനം പ്രഘോഷിക്കുന്ന ഇടങ്ങളിലെ ജനത്തെക്കുറിച്ചും അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെയുള്ള നല്ല തിരിച്ചറിവും ബോധ്യം ഉണ്ടാകണമെന്നുള്ള ഒരു ചിന്തകളാണ് കർത്താവ് ഈ നിമിഷം പരിശുദ്ധാത്മാവ് നമ്മളോട് പങ്കുവെച്ചത്. ഈ ഒരു യാഥാർത്ഥ്യ ബോധം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയിട്ട്, അങ്ങനെ ആ യാഥാർത്ഥ്യ ബോധത്തോടെ മറ്റുള്ളവരോട് ക്രിസ്തുവിനെ സുവിശേഷം പ്രഘോഷിക്കുവാനും അങ്ങനെ ഏറ്റവും നല്ലൊരു അപ്പസ്തോലിക പ്രേക്ഷിഷ്യനായിട്ട് തീരുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല കൃപ നിങ്ങൾക്ക് ദൈവം നൽകട്ടെ. ആമേൻ. സമയം 54 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. വേഗമാകും. താങ്ക് യു ജെനിച്ചേട്ട. അതിമനോഹരമായ ക്ലാസ്സിലൂടെ നമുക്ക് ഏവർക്കും ഇത്രയും നല്ല ക്ലാസ് നൽകിയ ജെനിച്ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ഏവരുടെയും പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. അടുത്തതായി അനൗൺസ്മെന്റ്സുമായിട്ട് ഷാജിക്കുട്ടിയെ ആന്റിയെ ക്ഷണിക്കുന്നു.
ശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ നല്ലൊരു ക്ലാസ്സിലൂടെ നമ്മൾ കടന്നുപോയി. ദൈവത്തിന് നന്ദി പറയാൻ. നമ്മളിപ്പോൾ 3 ക്ലാസ്സാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്. എല്ലാം വളരെ നല്ല ക്ലാസ്സുകളാണ്. ഇത് മിസ് ചെയ്യാതെ എല്ലാവരും എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യണം. കാരണം ഇതിൻ്റെ കോഴ്സിൻ്റെ അവസാനം നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അതിന് നമുക്ക് അറ്റ്ലീസ്റ്റ് 80% അറ്റൻഡൻസ് എങ്കിലും ഉള്ളവർക്കാണ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് മാക്സിമം അറ്റൻഡ് ചെയ്യണം. പിന്നെ ആർക്കെങ്കിലും വരാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ റെക്കോർഡിങ് തീർച്ചയായിട്ടും വെച്ച് തരുന്നതായിരിക്കും. അതുപോലെ നമുക്ക് മാക്സിമം എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്യണം. അതൊരു മിസ് ചെയ്യാൻ പറ്റാത്ത വളരെ നല്ലൊരു കോഴ്സാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന വളരെ നല്ലൊരു കോഴ്സ് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പം എല്ലാവരും അത് അറ്റൻഡ് ചെയ്യണം. അതുപോലെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് 7 PM സെൻട്രൽ ടൈമിൽ നമുക്ക് പ്രെയർ ഉണ്ട്. ഫാമിലി പ്രെയർ ആണ്. അപ്പൊ അതിൽ കുഞ്ഞു മക്കളാണ് അതിൽ പ്രാർത്ഥിക്കുന്നതെല്ലാം കുഞ്ഞുങ്ങളാണ്. വർത്തമാനം പോലും പറയാൻ നല്ലപോലെ അറിയത്തില്ലാത്ത അവരാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ വലിയവരും ഉണ്ട് കൂടെ. അതുപോലെ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. പറ്റുന്നവരെല്ലാവരും കുഞ്ഞുങ്ങളെയും കൂട്ടി മൊത്തം ഫാമിലി ആയിട്ട് വന്ന് ഇതിൽ അറ്റൻഡ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഷൂബ് USA-യിലെ 5ാമത്തെ ബാച്ച് ഈ തേഴ്സ്ഡേയിൽ 26-ാം തീയതി 7:30 PM തേഴ്സ്ഡേ നമുക്ക് സെൻട്രൽ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിലേക്ക് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളെ കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ അതിലേക്ക് നമുക്ക് പറ്റുന്നത്രയും ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരണം. അതുപോലെ നാട്ടില് നമുക്ക് ഷൂബ് 6ാമത്തെ ബാച്ച് തുടങ്ങുകയാണ്. ഈ സാറ്റർഡേ 28-ാം തീയതി സാറ്റർഡേ ആണ് തുടങ്ങുന്നത്. അതിലേക്ക് നാട്ടിലുള്ള റിലേറ്റീവ്സിനൊക്കെ നമ്മൾ ഇതിൻ്റെ ഇത് അയച്ചു കൊടുത്ത് പറ്റുന്നവരെയൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നോക്കണം. പിന്നെ നമ്മൾ ഓരോ ക്ലാസ്സും നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് നമ്മളൊന്നും കൂടെ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് അതിനെ നമ്മൾ എഴുതി വെച്ച നോട്ടും നമുക്ക് മനസ്സിലായതും അതെല്ലാം നോക്കി നമ്മൾ അതിനെക്കുറിച്ച് ഒരു വിചിന്തന ഇടുക. അത് നമ്മൾ തന്നെ ആ കോഴ്സിലേക്ക് ഒന്നും കൂടെ നമ്മളത് അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കതൊന്നുകൂടെ നമ്മൾ തന്നെ അതൊന്നും കൂടെ പഠിക്കും. അതുപോലെ അത് കേൾക്കുന്നവർക്കും അത് മറ്റുള്ളവർക്കും അതൊരു സഹായമായിരിക്കും. അതുപോലെ പറ്റുന്നവരെല്ലാവരും എല്ലാവരും തന്നെ ഇടാൻ ശ്രമിക്കണം. അത് നമുക്ക് എല്ലാവർക്കും പരസ്പരം വളരാനും സ്വയം വളരാനുമുള്ള ഒരു മാർഗമാണ്. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ കൊണ്ടുവരും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ഷാജിക്കുട്ടി ആന്റി. അടുത്തായിട്ട് വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ഷൈനി നമുക്ക് ഫാദർ അബ്രാഹം ഉണ്ട്, ഫാദർ റെനിസിനും ഉണ്ട്. അവരോട് സിസ്റ്റർ ജിജി അവരോടൊക്കെ എന്തെങ്കിലും നിങ്ങളോട് പറയാൻ പറ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് ഓരോ വാക്ക് പറഞ്ഞിട്ട്. ഹലോ, ഞാന് പുറത്തേക്ക് ക്ലാസ് മുഖം കേട്ടായിരുന്നു. ഞാനിങ്ങനെ പുറത്താണ്. അപ്പോൾ കേൾക്കാൻ പറ്റി. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരിയേറെ സന്തോഷം. കഴിഞ്ഞ ആഴ്ച എനിക്ക് വരാൻ പറ്റിയില്ല, ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ഞാൻ ഇപ്പോൾ ഫിലദൽഫിയയിലോട്ട് വന്നു. ഇവിടുന്ന് കുറച്ച് പേരുണ്ട്. ഞാൻ പള്ളിയിലൊക്കെ വെച്ച് അവരെ പരിചയപ്പെട്ടായിരുന്നു. കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു ഇവിടെയുള്ള ഈ ഗ്രൂപ്പിലുണ്ടോ, പ്രാർത്ഥന ഗ്രൂപ്പിലുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ അന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഡീപ്പായിട്ട് അവരെ പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാന് ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഞാൻ ഒരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയും നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയൊക്കെ. പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് എന്തെങ്കിലും ഒരു സമയം പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഞാൻ 7:30 ശ്രമിച്ചപ്പോ എനിക്ക് അതിൽ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. സെൻട്രൽ ടൈമിലാണോ നോക്കിയത്? സെൻട്രൽ ടൈമിലാണോ? ഈസ്റ്റേൺ ടൈം 8:30 അല്ല വരുന്നത്. സെൻട്രൽ ടൈം 8:30 ഇവിടുത്തെ സമയം. ന്യൂജേഴ്സി, ഫിലഡൽഫിയ ഒക്കെ ഇവിടെ 7:30 വരുന്നത് അല്ലേ? 7:30 സെൻട്രൽ ടൈം എന്ന് പറയുമ്പോൾ ഷിക്കാഗോയില് 7:30, ഇവിടെ നമുക്ക് 8:30. അതിന്റെ ആയിരിക്കും കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു ഫോർ ഇൻഫർമേഷൻ. അപ്പൊ അത് അങ്ങനെ നമുക്ക് അറിയുന്നില്ല. അപ്പൊ ഞാൻ ഒന്ന് കേറിയിട്ട്
ഞാൻ വീണ്ടും ലീവ് ചെയ്തു. പിന്നെ എനിക്കിപ്പം പിന്നെ മെസ്സേജ് വീണ്ടും ഞാൻ 8:30 വീണ്ടും ഒന്ന് കയറിയത്. അപ്പോൾ ഈശോ അനുഗ്രഹിക്കട്ടെ. എല്ലാം വളരെ നന്നായിരുന്നു. കാരണം നമുക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എനിക്ക് ഒരു അച്ഛനെന്ന നിലയിൽ ഞാനൊക്കെ ഒത്തിരിയേറെ സപ്പോർട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന എഫേർട്ടും ഒത്തിരിയേറെ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ആ ക്ലാസ് കാണുമ്പോഴൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ് കൂടാൻ പറ്റിയില്ല. എനിക്കതിൽ കിട്ടിയത് വളരെ നന്നായിരുന്നു 3 ക്ലാസ്സും. അപ്പോൾ എൻ്റെ എല്ലാ എന്താ പറയുക, ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും ഇപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഇനിയും മുന്നോട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. താങ്ക് യു. ഞാൻ വേറൊരു സാഹചര്യത്തിലായതുകൊണ്ട് ഞാൻ ലീവ് ചെയ്യണേ. എല്ലാവർക്കും ഒത്തിരി നന്ദി. ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു റിനേഷ് അച്ഛാ. ഓക്കെ. അപ്പോൾ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ വളരെ നല്ല ക്ലാസ്സുകൾ നമ്മൾക്ക് യാഥാർത്ഥ്യ ബോധം വേണമെന്നുള്ള നമ്മളായിരിക്കുന്ന സ്ഥലത്തിലെ പല കാര്യങ്ങളെ പറ്റിയുള്ള ബോധ്യങ്ങൾ നമ്മൾക്ക് വേണം. പിന്നെ കൂടുതലായിട്ട് ഈശോനെ പറ്റി നമ്മൾക്ക് അറിയണം. അതാണല്ലോ അതിൽ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്, ആത്മാവിന്റെ അഭിഷേകം. അതുപോലെ നമ്മളെ കണ്ടുമുട്ടുന്നവരെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടായിരുന്നു ക്ലാസ്സുകളൊക്കെ. അത് നല്ല കാര്യം. പിന്നെ മിഷൻ ചൈതന്യം, മിഷനിലെ കാര്യങ്ങളെ പറ്റി എല്ലാം പങ്കുവെച്ചതും ഒക്കെ വളരെ നല്ല ഇതായിരുന്നു. അപ്പോൾ പ്രത്യേകം അതിന് അഭിനന്ദനം നൽകുകയാണ്. തീർച്ചയായിട്ടും പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അതിലൂടെ കൂടുതൽ അനുഭവങ്ങള് ബോധ്യങ്ങളൊക്കെ നൽകുന്നതാണ്. അപ്പോൾ എൻ്റെയും വലിയ പ്രാർത്ഥനകളുണ്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി, ക്ലാസ് എടുക്കുന്നവർക്ക് വേണ്ടിയുണ്ട്. അനുഗ്രഹിക്കട്ടെ. മാതാവിന്റെ പ്രത്യേക മാധ്യസ്ഥം ലഭിക്കട്ടെ. ആവേ മരിയ. ഓക്കെ. തീർച്ചയായിട്ടും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേ. കർത്താവായ ഈശോയെ, അവിടുന്ന് തന്നെയാണ് നമ്മൾക്ക് വേണ്ടി ഈ ക്ലാസ്സുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അവിടുത്തെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിന്റെ കർത്തവ്യമാണ്. ഈശോ തന്നെ പറഞ്ഞത്, എൻ്റെ ശിഷ്യനായിരിക്കുക. അതുപോലെ പ്രഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. മാമോദിസ സ്വീകരിച്ച് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അത് നമ്മൾ കൂടുതൽ ഈശോയുമായി ആഴപ്പെട്ട് കഴിയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ബോധ്യം അത് പറയണമെങ്കിൽ വീണ്ടും നമ്മൾക്ക് വേണ്ടത് നമ്മൾ എവിടെയാണ് ആയിരിക്കുന്ന സ്ഥലങ്ങളോ കാര്യങ്ങള് അതേപ്പറ്റിയെല്ലാം നമ്മൾക്ക് ഉണ്ടാകണം, നന്നായ അറിവുകൾ ഉണ്ടാകണം. അങ്ങനെ വിവേകത്തോടുകൂടി നമ്മൾക്ക് പ്രഘോഷിക്കാൻ സാധിക്കട്ടെ. ഇന്ന് ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട ജനിയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ജനിയെയും കുടുംബത്തെയും എല്ലാ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ മറ്റ് നമ്മുടെ ടീമിൽപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എടുത്ത ഷിജുവിനെ പ്രത്യേകം ഓർക്കുകയാണ്. ഷിജുവിന്റെ മക്കൾ ആശുപത്രിയിലൊക്കെ ഓർത്തിരുന്നു. സൗഖ്യപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും. അതുപോലെ ബാക്കി നേതൃത്വത്തിലുള്ളവരെയും അതുപോലെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അവനത്തിന്റെ അഭിഷേകത്താൽ ഓരോരുത്തരാകട്ടെ. അതുപോലെ പരിശുദ്ധ അമ്മയുടെയും ഔസപിതാവിന്റെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മുഖ്യദൂതന്മാരുടെ കാവൽമാലാഹയുടെ ഒക്കെ പ്രത്യേകം മാധ്യസ്ഥ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാട്ടിൽ ഇപ്പോൾ ബുധനാഴ്ച രാവിലെയാണ്. നല്ലൊരു ദിവസം അവർക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇവിടെ നമ്മൾക്ക് വൈകുന്നേരമാണ്. നല്ല ശ്രമം എല്ലാം ലഭിക്കട്ടെ. അതുപോലെ നമ്മൾക്ക് ലഭിച്ച ക്ലാസ്സുകളിലൂടെയുള്ള ബോധ്യങ്ങൾ കൂടുതൽ പ്രഘോഷിക്കാനുള്ള തീക്ഷ്ണത നമ്മൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായ കർത്താവിനെ ശുശ്രൂഷിക്കുന്നുള്ള ആ വചനത്തിന്റെ അഭിഷേകം ലഭിക്കട്ടെ. അതുപോലെ പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. വചനത്തിന്റെ എല്ലാ അഭിഷേകം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആവശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യുടെ സഹവാസം പരിശുദ്ധമ്മയുടെ തീം അതിച്ച് ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. അതുപോലെ പിള്ളേരെ എല്ലാം ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. പിള്ളേരെ എല്ലാം ഈശോ അനുഗ്രഹിക്കട്ടെ, പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷനും ബാക്കിയെല്ലാം നന്നായി കഴിഞ്ഞു, ഭംഗിയായി പോയി. പുത്രൻ സെമിനാരിൽ തിരിച്ചുപോയി. അവന്റെ കൈയുടെ ഓപ്പറേഷൻ ഭംഗിയായി കഴിഞ്ഞു. എല്ലാം നന്നായിരുന്നു. പ്രാർത്ഥിച്ചതിന് സന്തോഷം. ഞാൻ ചോദിക്കണമെന്നൊക്കെ ഓരോ പ്രാവശ്യം ഓർത്തു, ചോദിക്കണമെന്ന് അവന് മെസ്സേജ് ഇട്ട്, പക്ഷെ പറ്റിയില്ല. ഓർത്തിരുന്നു. സിസ്റ്റർ ജിജി. ജിജി സിസ്റ്റർ. അപ്പോൾ
വളരെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. എനിക്ക് തുടക്കത്തിൽ ഞാൻ എൻട്രി ചെയ്തെങ്കിലും എനിക്ക് കേൾക്കാൻ പറ്റും. കാരണം കമ്മ്യൂണിറ്റി പ്രയറിന്റെ ടൈം ആയതുകൊണ്ട് കമ്മ്യൂണിറ്റി പ്രയറിൽ പോയി. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്റെ പേഴ്സണൽ പ്രയറിന് നിൽക്കാതെ വേഗം പോര് ചെയ്ത്. അപ്പോ വളരെ മനോഹരമായിരുന്നു. യാഥാർത്ഥ്യ ബോധ്യം, യാഥാർത്ഥ ബോധ്യം അത് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യം. അതായത് ആയിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരെ മനസ്സിലാക്കി അവരിലേക്ക് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ഒരു ഇത് വളരെ മനോഹരമായിരുന്നു. ഒത്തിരി സന്തോഷം തോന്നി. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നമ്മുടെ അപ്പസ്തോലിക പ്രബോധനങ്ങളിൽ പല രക്ഷകന്റെ മിഷൻ, ഏഷ്യയിലെ സഭ, സുവിശേഷ പ്രഘോഷണം, അങ്ങനെയുള്ള എല്ലാ ഇതിന്നും നമുക്ക് അപ്പസ്തോലിക ഇതിൽ നിന്നെല്ലാം കുറെ കാര്യങ്ങൾ പറഞ്ഞ ക്ലാസ്സുകൾ വളരെ മനോഹരമായിരുന്നു. അപ്പൊ ഒത്തിരി നന്ദി. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സുകൾ പോലെ തന്നെ വളരെ മനോഹരമായിട്ട് കുറെ കാര്യങ്ങളും കൂടി അറിയാനായിട്ട് ഇതെല്ലാം സാധിച്ചു. എല്ലാവരോടും ഒത്തിരി നന്ദി. ജനിച്ചേട്ടനോടും ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ജിജി സിസ്റ്റർ. അടുത്തായിട്ട് നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ഷൈനി ആന്റിയെ ക്ഷണിക്കുന്നു. ഷൈനിക്ക് എന്തോ സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞേക്കാം. ഇത് ആദ്യമായിട്ട് നമ്മളെ ഒരുമിച്ച് കൂട്ടി നമുക്കൊരു ക്ലാസ് തന്ന നമ്മുടെ സർവേശ്വരനായ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവമാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നത്. ദൈവത്തിന് നന്ദി. 3 ക്ലാസ്സുകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. യേശോയെ നന്ദി. പിന്നെ നിത്യ വളരെ നന്നായിട്ട് ചെയ്തു. വളരെ നന്ദി. കുഞ്ഞുവാവയ്ക്കും നന്ദി കേട്ടോ. പിന്നെ ജെനി നമ്മളെ വളരെ എന്താ പറയണ്ടേ, ക്രിസ്തു ശിഷ്യന് വേണ്ട യാഥാർത്ഥ്യ ബോധത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയായിരിക്കണം, ഒരു ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യന് ഏത് രീതിയിലുള്ള ഏതൊക്കെ അവസ്ഥയിൽ നമ്മളാണെങ്കിലും നമ്മൾ അവിടെ സുവിശേഷം പങ്കുവയ്ക്കണം. അവരെ മനസ്സിലാക്കി, എന്താ പറയുക, ശ്രോതാക്കളെ മനസ്സിലാക്കി, അവരുടെ ഹൃദയങ്ങളെ മനസ്സിലാക്കി, അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി, അതിനനുസരിച്ച് നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ യേശുവിനെ കൊടുക്കണം. പങ്കുവെക്കുന്നവരാകണം. യേശുവിനെ അനുഭവിച്ച് അത് കൊടുക്കുന്നവരാക്കി നമുക്ക് എല്ലാവർക്കും മാറണമെന്ന് ജെനി വളരെ നന്നായിട്ട്, എങ്ങനെയാണ് താങ്ക്സ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ദൈവം കൂടുതലായിട്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി ജെനി. പിന്നെ നമുക്ക് റെനേസ് അച്ഛനും അബ്രഹാമച്ചനും സിസ്റ്റർ ജിജിയും എല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ട്, നമുക്ക് സപ്പോർട്ടിന്. അതിനു വേണ്ടി എല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ജസീന്ദ ചേച്ചി എപ്പോഴും നമ്മുടെ ബാക്ക് ബോൺ ആയിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ ഹോളി ഹോം മിനിസ്ട്രിയിലെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഷിജു, എല്ലാവരും രാവിലെ എഴുന്നേറ്റ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വരുന്നു. ഒരു ക്ലാസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് വേണ്ടി വരുന്നു. അതിനുവേണ്ടി പ്രത്യേകം നന്ദി പറയുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാവരും ഇന്നെത്തിയ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ കൂടുതൽ ആൾക്കാർ എത്തിയാലാണ് അത് ഈ സന്ദേശം ധാരാളം മക്കളിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ ഇനിയും വരാൻ സാധിക്കാത്തവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, അവരും അടുത്ത ക്ലാസ്സിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ചേച്ചി. താങ്ക് യു ഷാജിക്കുട്ടി ആന്റി. അടുത്തായിട്ട് നമ്മുടെ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാനും സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ഷിജു ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി പറയും. ഷാജിക്കുട്ടി ചേച്ചി ഹോസ്പിറ്റലിൽ നിന്നാണ് അഡ്രസ്സൊക്കെ ഇട്ട് കൂടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാണ് ഞങ്ങൾ എല്ലാവരും വരുന്നതെന്നുള്ളത് വളരെ സന്തോഷമാണ്. ഒന്നാമത് ഏറ്റവും വലിയ സന്തോഷം, ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ജെനി ഞാനും നമ്മുടെ പിതാക്കന്മാരെ പോയി കണ്ടിരുന്നു. അപ്പം പിതാക്കന്മാരുടെ സൈനോട് കൂടി നമ്മുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിട്ട് ദൈവം അതിനെ രൂപപ്പെടുത്തി എന്നുള്ളതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമുക്ക് രണ്ട് പിതാക്കന്മാരുടെയും സൈനോട് കൂടി സർട്ടിഫിക്കറ്റ് നമ്മൾ നൽകുന്നതാണ്. നേരത്തെ ചേച്ചി ഒരു 80% ഒരു അറ്റൻഡൻസും ഇതിലൊന്ന് പങ്കുചേരുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് പങ്കെടുത്തതിനൊരു സഭാത്മകമായി സഭയുടെ ഉത്തരവാദിത്തമുള്ള പിതാക്കന്മാരെന്ന നിലയിൽ അവരുടെ ഭാഗത്തുനിന്ന് നമ്മളോട് കാണിച്ച വലിയൊരു സ്നേഹവും കരുതലുമാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആദ്യമായിട്ടാണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് നമുക്ക് രൂപപ്പെടുത്താനായിട്ട് ദൈവയിടയാക്കി. ദൈവത്തിന് പ്രത്യേകിച്ച് നമുക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അപ്പസ്തോല, പ്രേഷിത, മിഷണറി, ശിഷ്യൻ, അതാണ് നമ്മുടെ മനസ്സിലിങ്ങനെ ഉറപ്പിച്ച് നമ്മൾ ഉറപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പസ്തോലിക, പ്രേഷിത, മിഷണറി, ശിഷ്യന് ഒന്ന് ക്രിസ്തുവാനുഭവം, പ്രാർത്ഥനയിലൂടെ നിരന്തരം യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വളരണമെന്ന് പറഞ്ഞു. ഒരു കൈ അതാണ്.
ഒരു തൂണാണത്. അടുത്ത ഒരു തൂൺ അങ്ങനെ മാത്രം അങ്ങ് പോയാൽ പോരാ, യാഥാർത്ഥ്യ ബോധമുള്ള ആളായിരിക്കണം. ദൈവത്തെക്കുറിച്ച്, തന്നെക്കുറിച്ച് തന്നെ, തിന്മയെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, താൻ കണ്ടുമുട്ടിയ ആരോടെല്ലാം സുവിശേഷം പങ്കുവെക്കുന്നുവോ അവരും അവരുടെ ജീവിത സാഹചര്യം മുഴുവൻ സുവിശേഷം ഒക്കെ വെച്ച് നമ്മളോടത് പറഞ്ഞു. അപ്പൊ ഈ ദിവസങ്ങളിൽ വീണ്ടും ഇതെല്ലാം ഒന്ന് കേൾക്കുന്നത്, ആവർത്തിച്ച് കേൾക്കുന്നത് നമ്മളെ കുറേ കൂടെ ഉറപ്പിക്കാനായിട്ട് സഹായിക്കും. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്ന ഒരു സന്തോഷകരമായ കാര്യം, ഇങ്ങനെ അമേരിക്ക ഇവിടെയും കൂടെ ഉള്ളത് കൊണ്ട് രാവിലെ മുതൽ നമ്മളൊരു സുവിശേഷത്തിന്റെ ഭാഗമായിട്ട് പ്രാർത്ഥനയിലും പഠനത്തിലും ഇങ്ങനത്തെ ഈ ക്ലാസ് വന്നപ്പോൾ കൂടുതൽ റിവിഷനും കൂടുതൽ കണ്ടെത്താനും ഒരുങ്ങാനും എല്ലാ ദിവസവും ഇതിന്റെ ഒരു കാര്യത്തിന് ഞങ്ങൾ വരുന്നതുകൊണ്ട് കുറച്ചും കൂടെ നമ്മൾക്കും ഇതിൽ വളരാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഇതിൽ സജീവമായി പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ആഴമായി ആത്മാർത്ഥമായി ഒരുങ്ങാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നത്. അപ്പം പ്രത്യേകമായിട്ട് നമുക്ക് ബാക്കിയുള്ളവരോട് പറയണം, നിങ്ങൾ എല്ലാവരും നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം, ഓരോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഓരോ ചോദ്യം നമ്മൾ തരും. ആ ചോദ്യത്തിന് ഒരു ഉത്തരം വോയിസ് മെസ്സേജ് ആയിട്ട് നമ്മളൊന്ന് അയക്കണം. അവിടെ മിക്കവാറും ഷാജിക്കുട്ടി ചേച്ചിക്ക് ആയിരിക്കണം അയച്ചു കൊടുക്കേണ്ടി വരിക. അത് ഫൈനൽ ചെയ്തിട്ടില്ല. അപ്പം കാരണം സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയതുകൊണ്ട് ഒന്നും കൂടെ നമുക്ക് അതിലൊന്ന് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നേരത്തെ തരും. കർത്താവ് സ്വർഗത്തിലേക്കുള്ള ചോദ്യം നേരത്തെ തന്നതുപോലെ നമ്മൾ നേരത്തെ ചോദ്യം തരും. ആ ചോദ്യത്തിന് നമുക്കൊരു വോയിസ് മെസ്സേജ് ആയിട്ടോ ടൈപ്പ് മെസ്സേജ് ആയിട്ടോ അതിൻ്റെ ഒരു ഉത്തരം നമ്മുടെ ഇവിടെ അമേരിക്ക എന്നുള്ളത് മിക്കവാറും ഷാജിക്കുട്ടി ചേച്ചിക്ക് തന്നെ നിങ്ങൾ അയക്കണം. അതൊക്കെ പരിഗണിച്ചാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നത്. ദൈവം അനുവദിച്ചാൽ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. നമുക്ക് ഞാനും സ്റ്റുഡന്റ് അല്ലേ, അപ്പൊ എനിക്ക് അയച്ചു തന്നാ എങ്ങനെ ശരിയാവുന്നേ? ഞാനും സ്റ്റുഡന്റ് അല്ലേ? അതെ, അവസാനം എനിക്ക് അയച്ചു തന്നാ എങ്ങനെ ശരിയാവുന്നേ? എല്ലാവരുടെയും ആൻസർ വായിച്ച് ഞാൻ അതിലും നല്ലൊരു ആൻസർ ചേച്ചി ആശുപത്രി ഉറപ്പായതുകൊണ്ട് ചേച്ചിക്ക് ഇതെല്ലാം കേട്ടിട്ട് നല്ലത് എഴുതാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കിയതാണ്. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ എനിക്ക് കൂടുതൽ മാർക്ക് ഇടാൻ അത് ശരിയാവില്ല. പന്തിയിൽ പക്ഷാഭേദം പാടില്ല. ഞാൻ സ്റ്റുഡന്റാ. അത് നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കുന്നതല്ല. ഷാജിക്കുട്ടി കോർഡിനേറ്റ് ചെയ്യല്ലേ എന്ന് വെച്ചാ ഞാൻ സ്റ്റുഡന്റ് അല്ലാതെയോ? സാരമില്ല, ചില ദുരിതങ്ങൾ ഇങ്ങനെ വരും, അല്ലെങ്കിൽ പ്രയാസം ഇങ്ങനെ ഉണ്ടാവുന്നല്ലോ. ഈ ആൻസർ പറയണമെന്ന് പറയണത് ക്വസ്റ്റ്യന് ആൻസർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അത് അയച്ചു തരണമല്ലോ. ഇങ്ങോട്ട് അയക്കുന്നതിലും നല്ലതാ. നമുക്കത് പരിഹരിക്കാം, പേടിക്കണ്ട. വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ വിചാരിക്കരുതേ. ശരിയാകത്തില്ലല്ലോ, ഞാൻ സ്റ്റുഡന്റ് അല്ലേ? അല്ല, പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതല്ല. അല്ല, പേടിക്കണ്ട. ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രായം പഠിക്കാൻ അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ കൈ നമ്മളല്ലേ. അതെ ഷിജടാ, അല്ലെങ്കിൽ നമ്മുടെ ജെയിംസ് പിതാവ് അനവർ പിതാവ് ചെയ്ത ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ച ഗ്രൂപ്പിന് ഒറ്റ ക്വസ്റ്റ്യൻ ആരും ഉത്തരം പറയാൻ ഗ്രൂപ്പൊക്കെ ജയിച്ചു. അതെ 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 അതെ, അങ്ങനെ ചെയ്യാം. ഞാൻ POC പഠിച്ചപ്പം ഒരു പിതാവ് ആനാമ്പറമ്പ് പിതാവ് പറഞ്ഞ അവിടുന്ന്, അന്ന് പിതാവല്ല, അപ്പൊ പിതാവ് 4 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഒരു ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞാൽ എല്ലാവർക്കും മാർക്ക് പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ പോലെ. നമുക്ക് പരീക്ഷയല്ലോ, നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയല്ലേ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഓരോ ആഴ്ചയും ഇതിലൊരു ആഴത്തിലാണ് പോകുന്നതെന്ന് നമുക്കറിയാം. ഇതിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യ ആഴ്ച നമ്മളൊരു അൽമായ പ്രേക്ഷിത മിഷണറിയാണ്, അപ്പസ്തോലിക പ്രേക്ഷിത മിഷണറി ശിഷ്യനാണ് നമ്മളെന്ന ആഴത്തിൽ നമുക്ക് മനസ്സിലായി. മാമോദീസയിലൂടെ നമ്മൾ അതാണ്, ഇനി അത് മാറ്റാനായിട്ട് പറ്റില്ല. അടുത്ത ലെവൽ ഇങ്ങനെ ഒരു ശിഷ്യൻ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ 4 ഗുണങ്ങളിൽ ഒന്ന്, യേശുവിനോടൊപ്പം നിരന്തരം വളരുന്ന ഒരു ശിഷ്യനായിരിക്കണം. യേശുവുമായുള്ള വ്യക്തിബന്ധത്തിൽ ആഴപ്പെടണം. കഴിഞ്ഞ ആഴ്ച ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആഴപ്പെട്ടിട്ടുണ്ടാകാം, ദൈവവചനം കുറേയും കൂടെ ആഴമായി വായിച്ച് പഠിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാകാം, കൗദാശിക ജീവിതത്തിൽ ആഴപ്പെട്ടിട്ടുണ്ടാകാം. എല്ലാ ദിവസവും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയും സ്തുതിയും ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകണം. ഓരോ ദിവസവും അന്നന്ന് ദിവസത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നന്മകളെ ഓർത്ത് നന്ദി പറയുകയും കുറവുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയും നമ്മൾ ഒരുമിച്ച് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടാകും. ഈ ആഴ്ചയും കുറച്ച് പ്രായോഗിക മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നല്ല വായന ഉണ്ടാകണം, പരന്ന വായന വേണം, ഡോക്യുമെന്റ്, പുസ്തകങ്ങൾ ഇതൊക്കെ വായിക്കണം, എല്ലാവരെയും അറിയണം, നമ്മുടെ സാഹചര്യം മനസ്സിലാക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു പ്രായോഗികമായ വശങ്ങളാണ്. അപ്പൊ അത്തരത്തിൽ കൂടെ നമ്മളൊന്ന് പരിശ്രമിച്ച് ഓരോ ആഴ്ചയും അതിൽ നിന്ന് ആഴപ്പെടാനായിട്ട് നമ്മൾ പരിശീലിക്കുകയാണ്. ഈ ആഴ്ച പറഞ്ഞത് നമ്മൾക്കുണ്ടാകേണ്ട യാഥാർത്ഥ്യ ബോധമാണ്. ക്രിസ്തു അപ്പസ്തോലിക പ്രേക്ഷിത മിഷണറി ശിഷ്യൻ ഉണ്ടാകേണ്ട യാഥാർത്ഥ്യ ബോധമാണ്. അത് ദൈവത്തെക്കുറിച്ച്, തന്നെക്കുറിച്ച്,
തിന്മയെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, നാം കണ്ടുമുട്ടി സുവിശേഷം പങ്കുവെക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല തികഞ്ഞ അവബോധം ഉണ്ടാകണം. അതിനുള്ള പ്രാർത്ഥനയും ശ്രദ്ധയും പരിശ്രമവും അന്വേഷണവും ഒക്കെ നമുക്കുണ്ടാകണം എന്നാണ് നമ്മൾ കണ്ടെത്തിയത്. അത് ദൈവത്തിന് നന്ദി പറയാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എനിക്കറിയാം ഏറെ സമയം വൈകിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ അച്ഛൻ പ്രാർത്ഥിച്ച് ആസ്വദിച്ചു. ആ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് തന്നെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിക്കാം. കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധമുള്ള അപ്പസ്തോലിക മിഷണറി ശിഷ്യനാകാൻ, ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ ഭാര്യയെയും മക്കളുടെയും മുമ്പിൽ അവരെക്കുറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടെ ഞാൻ അവരെ മനസ്സിലാക്കണം. മാതാപിതാക്കൾ എന്ന നിലയിലുള്ള എനിക്ക് യാഥാർത്ഥ്യ ബോധം, ഇത് പുറത്തുപോയി മിഷൻ ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരപ്പൻ എന്ന നിലയിലുള്ള എൻ്റെ യാഥാർത്ഥ്യ ബോധം എന്താണ്, ഒരു അമ്മ എന്ന നിലയിലുള്ള എൻ്റെ യാഥാർത്ഥ്യ ബോധം എന്താണ്, ഒരു സഹോദരൻ, അയൽക്കാർ, ബന്ധു, ഒരു എൻ്റെ ഇടവകയിലെ ഉത്തരവാദിത്വമുള്ളയാൾ, ഒരു കാറ്റഗിസം ജോലി ചെയ്യുന്നയാൾ, ഇങ്ങനെ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ എൻ്റെ ചുറ്റുപാടും കണ്ടുമുട്ടുന്ന ആളുകളോടൊക്കെ സുവിശേഷം പറയാൻ പറ്റുന്ന വിധം എൻ്റെ യാഥാർത്ഥ്യ ബോധം എന്താണ്. കർത്താവേ, കുറച്ചുകൂടി എൻ്റെ ബുദ്ധിയെയും എൻ്റെ ഹൃദയത്തെയും വിശാലമാക്കണമേ. കുറച്ചുകൂടി എൻ്റെ ചിന്തകളെയും സ്വപ്നങ്ങളെയും അവിടുന്ന് വിശാലമാക്കണമേ. കണ്ണ് തുറന്ന് കാണാൻ, കാത് തുറന്ന് കേൾക്കാൻ, ഹൃദയം തുറന്ന് മനസ്സിലാക്കാൻ, കരങ്ങൾ നീട്ടി ആശ്ലേഷിക്കാൻ, കാലുകൾ നീട്ടിച്ചവിട്ടി അന്യരുടെ അടുക്കിലേക്ക് എത്താൻ തക്ക വിധം യാഥാർത്ഥ്യ ബോധം എൻ്റെ ഉള്ളിൽ വളർത്തണമേ. യേശുവേ, അങ്ങ് തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടെ ഈ ലോകത്തിലായിരുന്നു. ഇവിടെ നിന്ന് പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു പോകുമ്പോൾ അപ്പസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന യാഥാർത്ഥ്യ ബോധത്തിൽ നിറഞ്ഞു നിന്നുള്ള പ്രാർത്ഥനയായിരുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനകളാകട്ടെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പഠനങ്ങളാകട്ടെ, ഞങ്ങൾ ചുറ്റുപാടും കണ്ടുമുട്ടുന്നതാകട്ടെ, ഞങ്ങളുടെ ബന്ധങ്ങളെല്ലാം ഈ യാഥാർത്ഥ്യ ബോധത്തോടെ സുവിശേഷം പങ്കുവെക്കാനുള്ള കൃപയിലേക്ക് വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും മറ്റെല്ലാ വിശുദ്ധരുടെയും വലിയ മാധ്യസ്ഥ ഞങ്ങൾ തേടുന്നു. യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കാൻ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച ഫാദർ ഡാമിയനാകട്ടെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആകട്ടെ, വിശുദ്ധ മദർ തെരേസയാകട്ടെ, ഓരോ വിശുദ്ധരും എത്രമാത്രം യാഥാർത്ഥ്യ ബോധത്തോടെയാണ് അവരുടെ ചുറ്റുപാടുകളിൽ അവർ ജീവിച്ചു കടന്നുപോയത്. ഞങ്ങളും ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധരാണ്. ഞങ്ങളും നല്ല യാഥാർത്ഥ്യ ബോധത്തോടെ അപ്പസ്തോലിക പ്രേക്ഷിത മിഷണറി ശിഷ്യരായി നിരന്തരം വളരാൻ ഈ കൂട്ടായ്മയെല്ലാം ഞങ്ങളെ സഹായിക്കാനിടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. ആമേൻ. പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരു കാര്യം കൂടെ ഓർമ്മ വന്നത്. നമ്മള് എല്ലാ മാസവും 24 മണിക്കൂർ നമ്മള് മധ്യസ്ഥ പ്രാർത്ഥന, ലോകത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടിയൊക്കെ ഉള്ളത് നമ്മള് അടുത്ത മാസം കേരളത്തിലെ സമയം അനുസരിച്ച് 7-ാം തീയതി തിങ്കളാഴ്ച, മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പണ്ട് 72 മണിക്കൂർ പ്രാർത്ഥിച്ചതുപോലെ എല്ലാ മാസവും. അപ്പൊ അത് ഓൺലൈനും കൂടി ആയിട്ടാണ്. അപ്പം അമേരിക്കയിൽ നിന്നുള്ള നിങ്ങൾക്ക് 1 മണിക്കൂറാണ് നമ്മുടെ സമയം. 2 ജപമാല, ദൈവവചനം, സുവിശേഷം വായിക്കുക. ഇതാണ് ഒരു മണിക്കൂർ ഒരു സ്ലോട്ടാണുള്ളത്. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയം എടുത്താൽ ഇവിടുത്തെ രാത്രിയാണ്, അവിടുത്തെ പകൽ. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ മർജ് ചെയ്താൽ നമുക്ക് വളരെ ഭംഗിയാകും. ആ കാര്യങ്ങൾ അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ ജസ്റ്റിനാൻറ്റി വേണ്ട കാര്യങ്ങൾ നിർവഹിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. ജസ്റ്റിനാൻറ്റി വേറെ പരിപാടികളില്ലാതിരിക്കുക. അങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രായമായി പോകും. അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ നല്ല നല്ല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന ഉചിതമാണ്. അപ്പൊ അവിടെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരു സ്ലോട്ടാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും 1 മണിക്കൂർ പറ്റില്ല, അരമണിക്കൂർ പറ്റുള്ളെങ്കിൽ 2 പേര് കൂടി അരമണിക്കൂർ എടുക്കുക. 2 ജപമാല, 2 രഹസ്യങ്ങളും ബാക്കി സുവിശേഷ ഭാഗങ്ങളും വായിക്കുക എന്നുള്ളതാണ് 1 മണിക്കൂർ. അങ്ങനെ 24 മണിക്കൂറും നമ്മൾ ഓൺലൈൻ ആയിട്ട് തന്നെ നമ്മൾ ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യും. അപ്പം മൺഡേ എത്ര മണിക്കാ തുടങ്ങുന്നതെന്നാ പറഞ്ഞ? തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തുടങ്ങി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് തീരും. ഷിജു, അത് നമുക്ക് ആലോചിച്ച് ഡീറ്റെയിൽസ് എല്ലാം പറ്റാവുന്ന ആളുകൾ അവിടെ ആ സമയം അനുസരിച്ച് ചെയ്താൽ മതി, കുഴപ്പമില്ല. 26 നമ്മുടെ ഷൂബ് 5 ഇന്ന് ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം.
ആ ആ, വിവരം അതിൽ അതൊന്ന് പങ്കെടുക്കാത്തവർ നമ്മുടെ ഒന്ന് പങ്കെടുക്കുക. ഒപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ സുവിശേഷ ദൗത്യമാണ് നമുക്ക് കിട്ടിയ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രേക്ഷിത ദൗത്യമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന 10 പേർക്ക് അവരോട് പറയുക, അവരെ പങ്കു ചേർപ്പിക്കുക. അവരിതിലൂടെ വന്ന് അങ്ങനെ ഒരു 2-3 വാച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കെരീസോ നമ്മൾ അടുത്ത വാച്ചിന് വേണ്ടി നമുക്ക് തുടങ്ങേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ തീവ്രമായി അതിലേക്ക് ആളുകളെ ചേർക്കുക. എല്ലാവർക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനുള്ള ഒരു അവസരം കൂടെയാണ് നമ്മുടെ ക്ലാസ്സും ഇതൊക്കെയായി ബന്ധപ്പെട്ട ചിന്തകൾ. കഴിഞ്ഞ പ്രാവശ്യം കുറെ പേര്